السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിൽ മാതാപിതാക്കളോടൊത്ത് ഉസ്താദുമാരോടൊത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ ഇൽമിൻ്റെ മജ്ലിസിലാണ് നമ്മളേവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. താബിഈ പണ്ഡിതനായ മഹാനായ അതാ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുന്നത് കാണാം, മജ്ലിസു ഇൽമിൻ യുകഫിറു 70 മജ്ലിസൻ മിനൽ ലഹ്വ്. ഒരൊറ്റ ഇൽമിന്റെ മജ്ലിസ് കൊണ്ട് മോശമായ 70ഓളം സദസ്സുകളിൽ പങ്കെടുത്തതിന്റെ ദോഷം ഒരൊറ്റ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ പൊറുപ്പിക്കപ്പെടുമെന്ന് താബിഈ പണ്ഡിതനായ അതാ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് ആഗതമാകുമ്പോൾ കഴിഞ്ഞുപോയ മുഴുവൻ ദോഷങ്ങളും പൊറുപ്പിച്ചുകൊണ്ട് ആ റമളാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുമ്പോൾ നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചത് കാണാം, ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുത്തനബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്? സ്വർഗത്തിൽ ചെന്നാൽ നമ്മൾ എന്താഗ്രഹിച്ചാലും അതൊക്കെ നമ്മുടെ മുന്നിൽ കടന്നു വരും. ഇതുപോലെ ഇൽമിന്റെ മജ്ലിസിൽ ഇവിടെ നിന്ന് ഉസ്താദ് അവറുകൾ പ്രസംഗിക്കുമ്പോൾ ആ ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുമെന്നാണ് ഈ ഹദീസിന്റെ ആശയമെന്ന് മുഹദ്ദിസീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. മഹാനവറുകൾ വാളിന്റെ സദസ്സിൽ പോയി ഇരുന്നിട്ട് മഹാനവറുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യും, റബ്ബേ ഇതുപോലെ വാള് പറയുന്ന നല്ലൊരു മകനെ എനിക്ക് നീ തരണേ അല്ലാഹ്. ഏത് ഇൽമിന്റെ മജ്ലിസിൽ വാളിന്റെ മജ്ലിസിൽ പോയാലും ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ദുആരക്കും, റബ്ബേ ഇതുപോലെ ഇൽമുകൾ പറയുന്ന നല്ലൊരു വാഇലായ മകനെ എനിക്ക് തരണേ അല്ലാഹ്. അതുപോലെ ഫിഖ്ഹിന്റെ വലിയ ചർവണം നടത്തുന്ന ഫിഖ്ഹിന്റെ മസ്അലകൾ പറയുന്ന കർമ്മശാസ്ത്രത്തിന്റെ മസ്അലകൾ പറയുന്ന സദസ്സുകളിൽ പോയിരുന്ന മഹാനവറുകൾ ദുആ ചെയ്യും, അല്ലാഹ് ഇതുപോലെ ഇൽമ ചർച്ച ചെയ്യുന്ന ഒരു മകനെ എനിക്ക് നീ തരണേ റഹ്മാനെ. മഹാനായ സുബ്കി ഇമാം അവിടുത്തെ തബഖാത്തുൽ കുബ്രയിൽ പറയുന്നുണ്ട്, ഫസ്തജാബല്ലാഹു ദഅവതഹു. മഹാനായ ഗസാലി ഇമാമിന്റെ 2 ദുആവും അല്ലാഹു തആല ഖബൂലാക്കി. അവിടുത്തെ ഒരു മകൻ അഹ്മദുൽ വാഇലുൽ മശ്ഹൂർ എന്ന് പറയുന്ന വലിയ പണ്ഡിതനായി മാറി. ആ കാലഘട്ടത്തിലെ വലിയ വാളിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്ന വലിയ മഹാനായി അഹ്മദുൽ വാഇൽ റഹിമഹുല്ലാഹ് മാറി. അതുപോലെ ഫിഖ്ഹിനെ ചർച്ച ചെയ്യുന്ന വലിയ പണ്ഡിതനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് കൊടുത്തു. നമ്മൾ ഇന്ന് ദർസുകളിൽ ഓതുന്ന എല്ലാ കിതാബുകളും മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബസീത്ത് വജീസ് വസീത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നതാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മക്കളെയൊക്കെ നല്ലവരാകാൻ നമ്മുടെ മജ്ലിസിൽ നിന്ന് ദുആ ചെയ്യണം. ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്കറിയാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുകയാണ്, ഉമ്മയെ കൊല്ലുകയും വാപ്പയെ കൊല്ലുകയും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യുകയും
കൂട്ടുകാരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ധാർമ്മിക ബോധമുള്ള ഒരു വിദ്യാർത്ഥി ഇന്ന് ധാർമ്മിക ബോധമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് വളരെ കുറവാണ്. നമുക്ക് ഉണ്ടാവേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏൽപ്പിക്കലാണ്. മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് കാണാം. അത്തഫ്വീലു ഇലല്ലാഹ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ മഹാനവറുകൾ കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹുവിലേക്ക് എല്ലാം ഏൽപ്പിക്കണം. ആ കൂട്ടത്തിൽ മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി തങ്ങളുടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. തന്റെ മകനായ അബ്ദുറഹ്മാൻ എത്ര പറഞ്ഞിട്ടും കിതാബുകൾ നോക്കാൻ മകനായ അബ്ദുറഹ്മാന് താല്പര്യമില്ല. മഹാനവറുകൾ അതാ അവസാനം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, എന്റെ മകനെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ, എന്റെ മകനെ നീ നന്നാക്കണേ അല്ലാഹ്. അവിടുന്ന് ഒരു രാത്രി ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ദുആ ഖബൂൽ ചെയ്തു എന്ന് അതാ ആ തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ, അതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസുകളിൽ വന്നിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പറയേണ്ടത് നമ്മുടെ മക്കളെ നന്നാക്കി തരണം, നമ്മുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണം എന്നുള്ള ഒരു നിയ്യത്ത് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. ആ മക്കളെ നന്നാക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം ഇവിടെ മസ്ജിദുർ റഹ്മയുടെ കീഴിൽ മദ്രസത്തുസ് സലാമ നടന്നു വരുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തിനാണ് ഇന്ന് നാം വില കൊടുക്കുന്നത്. മതപരമായ വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഒരു മയ്യിത്ത് ഖബറിലേക്ക് ചെല്ലുമ്പോ മൽ മയ്യിത്തു ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസ് എന്ന് മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഖബറിലേക്ക് ചെന്നാൽ സഹായം തേടുന്ന ഒരു മുങ്ങിത്താഴുന്നവനെ പോലെയാണെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. അവന്റെ മക്കളിൽ നിന്ന് ദുആയാണ് പ്രതീക്ഷിക്കുന്നത്. മുഅ്മിനീങ്ങളെ, നാളെ ഖബറിൽ ചെല്ലുമ്പോ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ അറിയുന്ന അനുസരിച്ച് പരിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയുന്ന നല്ല മക്കളാണ് നമുക്കുണ്ടാവേണ്ടത്. അവിടെ വന്ന് ഫിസിക്സും ബയോളജിയും ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ഖബറിലേക്ക് അതൊന്നും കയറുകയില്ല. മറിച്ച് പരിശുദ്ധമായ ഖുർആൻ യഥാർത്ഥ വിധി അനുസരിച്ച് ഓതാൻ കഴിയുന്ന മക്കൾ നമുക്കുണ്ടായി തീരണം. അതിനുവേണ്ടി മാത്രമാണ് പരിശുദ്ധമായ ഇവിടെ മസ്ജിദുർ റഹ്മയുടെ കീഴിൽ ബഹുമാനപ്പെട്ട ഹസൻ ഉസ്താദിന്റെ കീഴിൽ, സുഹൈൽ ഹസൻ ഉസ്താദിന്റെ കീഴിൽ ദർസുകളും പരിശുദ്ധമായ മദ്രസകളും ഇവിടെ നടത്തി വരുന്നത്. അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഭൗതികമായ പഠനത്തെക്കാൾ മതപരമായ പഠനത്തിന് ഉമ്മമാരും അതുപോലെ തന്നെ പിതാക്കന്മാരും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല രൂപത്തിൽ മക്കളെ വളർത്തിയെടുത്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ വളർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. നമ്മുടെ ഈ മഹത്തായ സദസ്സിന്റെ ആദരണീയനായ അധ്യക്ഷനും വടുതല മഹല്ലിലെ ഈ കുടപ്പുറം പ്രദേശത്ത് ദീനി വൈജ്ഞാനിക രംഗത്തും ധാർമ്മിക രംഗത്തും ജാതി മത ഭേദമന്യേ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ചടുല നേതൃത്വം നൽകുന്ന ആദരണീയനായ ഹസൻ സഖാഫി ഉസ്താദ് അവർകൾ നമ്മുടെ ഈ ഇന്നത്തെ പ്രഭാഷണം നടത്തുന്ന സമാദരണീയനായ സയ്യിദ് അഹമ്മദുൽ അമീൻ ബാഫക്കി തങ്ങൾ അവർകൾ ഇങ്ങോട്ട് വരുന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനം പുണ്യരാവുകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് വിജ്ഞാനം പകർന്നു തരുന്ന ആദരണീയനായ സയ്യിദ് അഹമ്മദുൽ അമീൻ ബാഫക്കി തങ്ങൾ കൊല്ലം അവർകൾ അദ്ദേഹത്തെ
ഈ കുടപുറം മസ്ദൂർ റഹ്മയുടെ പ്രവർത്തകരുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും വളരെ വിനയപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിലെ ആമുഖ പ്രഭാഷണം നടത്തിയ സവാദ് ഉലൂമി വടുതല അവറുകൾ, ആശംസ അർപ്പിക്കുന്ന അഫ്സൽ സഖാഫി അവറുകൾ, ആദരണീയനായ തറാതോട്ടത്തിൽ ഇബ്രാഹിം മൗലവി അവറുകൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സദസ്സിലും വേദിയിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ റമളാന്റെ തൊട്ടു മുമ്പുള്ള വിശുദ്ധ ഷഅബാൻ 1-ാം രാവാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി നമ്മുടെ നിസ്കാരത്തിലും പ്രാർത്ഥനകളിലുമൊക്കെ നമ്മൾ ആവേശത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ടിരുന്ന വിശുദ്ധ റമളാനും തൊട്ടു മുമ്പുള്ള ഷവ്വാൽ മാസം ഇപ്പോൾ നമ്മൾക്ക് ആ മാസത്തിന്റെ ആദ്യ രാവിലാണ് നാം ഈ മഹത്തായ ഈ സദസ്സ് ഇവിടെ കൂടുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസി സമൂഹം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള സദസ്സുകള്, ദീനി വൈജ്ഞാനിക സദസ്സുകള് ഇനി അങ്ങോട്ടുള്ള ദിനരാത്രങ്ങളിൽ വളരെ സജീവമായി സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമൂഹിക മാധ്യമങ്ങളും മറ്റു വാർത്താ മാധ്യമങ്ങളും ഒക്കെ എത്ര പുരോഗമിച്ചാലും നമ്മുടെ ആദരണീയരായ പണ്ഡിതന്മാരുടെ വായ്മൊഴികളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഈ വൈജ്ഞാനിക അറിവുകൾ ഇത് അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ ഇന്നത്തെ സാഹചര്യം, നമ്മുടെ സാമൂഹിക സാഹചര്യം അങ്ങേയറ്റം വേദനാജനകമാണ്. ഇത് ലോകത്തെമ്പാടും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെടുത്താലും നമ്മുടെ സംസ്ഥാനം എടുത്താലും നമ്മുടെ മഹല്ലെടുത്താൽ പോലും വളരെ വേദനാജനകമായ വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്നുൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ദിവസം നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിഞ്ഞു കാണും, കൊച്ചുപഞ്ഞാനി എന്നറിയപ്പെടുന്ന നമ്മുടെ മഹല്ല് ദീനി വൈജ്ഞാനിക രംഗത്ത് ലോകമെമ്പാടും വെളിച്ചം വിതറുന്ന ഒട്ടനവധി പണ്ഡിതന്മാർ ജനിച്ചു വളർന്നു മരിച്ചുപോയ നമ്മുടെ മഹല്ലില് ഏറ്റവും പ്രാധാന്യത്തോടെ നിലകൊള്ളുന്ന ചരിത്ര പ്രസിദ്ധമായ കാട്ടുപുറം പള്ളിയുടെ ഓരത്ത് നിലനിൽക്കുന്ന ഒരു മദ്രസ നമുക്കറിയാം, ഇർഷാദുൽ വിൽദാൻ മദ്രസ. ആ മദ്രസയിൽ വിദ്യാർത്ഥികൾ കയറി മദ്രസയിലേക്ക് പോകുന്ന ഭാഗത്ത് കഴിഞ്ഞ ആഴ്ച കണ്ട കാഴ്ച നമ്മളെയൊക്കെ ലജ്ജിപ്പിക്കുന്നു എന്ന് മാത്രമല്ല ഏറെ വേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. ആ മദ്രസയിലേക്ക് കയറുന്ന ഭാഗത്ത് അന്ന് തൊട്ടു മുമ്പുള്ള രാത്രി മദ്യപാനം നടത്തിയ മദ്യക്കുപ്പികളും അതിന് മദ്യം കഴിക്കുവാനായി അവരുപയോഗിച്ച മറ്റു വസ്തുക്കളെയൊക്കെ ഉച്ഛിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും ഇട്ട് ആ കുഞ്ഞുങ്ങൾ കയറിപ്പോകുന്ന ഭാഗത്ത് തന്നെ ഇട്ടിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് പിറ്റേ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ പ്രദേശവാസികൾ കാണുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇത് മറ്റാരും അല്ല, നമ്മുടെ വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള യുവാക്കളോ അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിൽ നിന്നുള്ള അംഗങ്ങളോ മാത്രമേ ആ പ്രദേശത്ത് നിന്ന് ഇത്തരം ഒരു സാമൂഹിക തിന്മ നടത്തുവാൻ ധൈര്യം കാണിക്കുകയുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ വടുതലയിലാണ്
വടുതലയിലെ മുഴുവൻ ജനങ്ങളെയും വളരെയേറെ ആഴത്തിൽ വേദനിപ്പിച്ച ഈ ഒരു സംഭവം ഇത് അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മുടെ നാടിന്റെ, നമ്മുടെ മഹലിന്റെ ഉൾപ്പെടെ നാനാഭാഗങ്ങളിൽ മദ്യവും മയക്കുമരുന്നും കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, എന്തിനധികം പറയുന്നു, മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും വഴിതെറ്റിക്കുന്ന കശ്മലന്മാർ ഈ നമ്മുടെ പ്രദേശത്ത് പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിലൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇവിടെയാണ് ഇതുപോലുള്ള വൈജ്ഞാനിക പ്രഭാഷണങ്ങളുടെ പ്രസക്തി ഏറുന്നത്. മദ്യവും മയക്കുമരുന്നും മാത്രമല്ല, ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുൾപ്പെടെ ഉപയോഗിക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ വരുത്തി വെക്കുന്ന വിന എന്റെ അഭിപ്രായത്തിൽ മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും വളരെ വലുതാണ് എന്നുള്ളതാണ്. നമ്മുടെ മഹല്ല് നമുക്കറിയാം, 2800ഓളം കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹല്ല. ഒട്ടനവധി വൈവാഹിക പ്രശ്നങ്ങളുമായിട്ട് പരിഹാരം നേടിക്കൊണ്ട് നമ്മുടെ മഹല്ലിലേക്ക് കത്തുകളും അപേക്ഷകളും ഒക്കെ സമർപ്പിക്കാറുണ്ട്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അവിടെ മഹല്ലിന്റെ ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്, അത്തരം വൈവാഹിക വിഷയങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോണും അതിലുൾപ്പെടുന്ന ആ ഫോണിലൂടെയുള്ള ചാറ്റിങ്ങോ എന്തോ ആയിക്കോട്ടെ, ഇതാണ് എന്നുള്ളതാണ്. ഈ അവസരത്തിൽ എനിക്ക് വിനയാന്വിതനായി പറയുവാനുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നല്ലതാണ്, പക്ഷെ അതിനേക്കാളേറെയൊക്കെ ഒരുപാട് ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. നമ്മുടെ യുവാതികൾ, നമ്മുടെ സഹോദരിമാരുൾപ്പെടെ അതിൻ്റെ അകത്ത് പരിധി വെക്കണം എന്നുള്ളതാണ്. നാം അറിയാതെ ഇന്നെല്ലാ കാര്യങ്ങളും, ചെറിയ ഒരു കാര്യത്തിന് പോലും ഓൺലൈൻ വിപണി തപ്പുന്ന നമ്മുടെ സഹോദരിമാർ ഉൾപ്പെടെയുള്ള ഒരു സമൂഹമാണ്. ഇങ്ങനെ വിപണി തപ്പുന്ന സമയത്ത് അറിയാതെ നമ്മുടെ കൈവിരലുകൾ ഏതെങ്കിലും ഒരു ഡാർക്ക് വെബിലേക്ക് കയറുകയും അതുവഴി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നമ്മുടെ പലർക്കും തന്നെ അറിയില്ലാത്തതാണ്. ഏറ്റവും മദ്യത്തെക്കാളും മയക്കുമരുന്നുകളെ പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്ന ഇതിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ഇത്തരം സദസ്സുകളിൽ വരികയും അവിടുത്തെ പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയും വേണം എന്നുള്ളതാണ്. മാത്രമല്ല, ഇന്ന് ഒട്ടനവധി ഇതിലൊക്കെ നമ്മളിപ്പോൾ അറിയാം, ഇവിടെ നമ്മുടെ സമൂഹത്തെ തന്നെ വഴിതെറ്റിക്കുന്ന ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച, അല്ലെങ്കിൽ ആ ഉന്നത വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പല പ്രസ്താവനകളും നടത്തണം. ഈ അടുത്ത സമയം ഞാൻ 2 കാര്യം മാത്രം, ഈ അടുത്ത സമയത്ത് നമുക്കറിയാം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ആഗോള തലത്തിൽ തന്നെ എടുത്തു പറയുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഈ അടുത്ത സമയത്തായിട്ട് ചെന്നൈ IITയുടെ ഡയറക്ടർ കാമകോടി എന്ന് പറയുന്ന അതിന്റെ ഡയറക്ടർ ഒരു പ്രസ്താവന പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. അദ്ദേഹം പറഞ്ഞു, തന്റെ പിതാവിന് പനി വന്നപ്പോൾ, മറ്റസുഖം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഗോമൂത്രം കൊടുത്ത് അച്ഛന്റെ അസുഖം മാറി എന്ന ഒരു വാർത്ത വന്നിരുന്നു. ആരാണ് പറയുന്നത്? ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ പത്രമാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം പറയുകയാണ്, മൂത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ പനി മാറി, മറ്റസുഖങ്ങളും മാറി. അന്ന് തന്നെ കുരുത്തം പോലെ അതേ പത്രത്തിൽ തന്നെ മറ്റൊരു ഭാഗത്തൊരു വാർത്ത അന്ന് തന്നെ വരികയുണ്ടായി. അതുപോലെ മറ്റാരുടെയുമല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഗോമൂത്രം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തുന്ന ഇന്ത്യൻ വെറ്റിനറി ഗവേഷണ കേന്ദ്രത്തിന്റെ ഒരു റിസൾട്ട് അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ അവർ കൊടുത്തിരിക്കുകയാണ്. ഈ ഗോമൂത്രം എന്ന് പറയുന്നത് 14ഓളം മനുഷ്യ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന ബാക്ടീരിയകളുടെ ഒരു സങ്കലനമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സംയുക്തമാണ് ഈ മൂത്രം എന്ന് പറയുന്നത്. അത് ഏത് മൂത്രമായാലും
അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന് ഹാനികരമാണ് എന്ന് വാർത്ത അതേ പത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ അതേ വാർത്ത വന്ന പത്രം അതോ ദിവസം തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയൊക്കെയാണ് നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ നമ്മുടെ നബിചര്യകളെ കുറിച്ച്, നബി 1446 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മൂത്രവും അതേപോലെ കാഷ്ടവും ഉച്ചിഷ്ടങ്ങളും ഒക്കെ നജസാണ് എന്ന് നമുക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ അടുത്ത സമയത്ത് 2 ആഴ്ചക്ക് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞാണ് നിർത്തുക. മറ്റൊരു വാർത്ത വന്നിരുന്നു. ഈ അടുത്ത ഇത്രയും നാളായി കുറെ എങ്ങനെ മൂത്രമൊഴിക്കണം എന്നൊരു ഗവേഷണം നടത്തി. ആ ഗവേഷണത്തിന്റെ റിസൾട്ട് 2 ആഴ്ച മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ പറയുകയാണ്, മൂത്രമൊഴിക്കാൻ ഏറ്റവും നല്ല രീതിയിൽ മൂത്രമൊഴിക്കണമെങ്കിൽ ഇരുന്ന് മൂത്രമൊഴിക്കണം. ഇരുന്ന് മൂത്രമൊഴിക്കുന്നതാണ് മൂത്രമൊഴിക്കുന്നതിൽ ഏറ്റവും, ഇത് പറഞ്ഞതൊരു മുസ്ലിം ശാസ്ത്രജ്ഞനല്ല, ആഗോളതലത്തിൽ പ്രശസ്തി നേടിയ ശരീരശാസ്ത്രത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ഒരു പറ്റം ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തം ഈ അടുത്ത സമയത്ത് നമ്മൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇരുന്ന് മൂത്രമൊഴിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചക ചര്യയിലൂടെ ഇത് പറയുന്ന ഇത്തരം കാര്യങ്ങളെയൊക്കെ കേൾക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും, അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സാമൂഹിക തിന്മകളെയൊക്കെ തടയുവാനും നമ്മുടെ ഇവിടെ പ്രാർത്ഥിക്കേണ്ട നമ്മുടെ കുഞ്ഞുമക്കളെ ഒക്കെ ഇതുപോലെ വഴിവിട്ട ഒരു ജീവിത മുഖ്യധാരയിൽ നിന്ന് അകന്നുകൊണ്ടുള്ള വഴിവിട്ട ഒരു ജീവിതയാത്രയിലേക്ക് തിരിച്ചുവിടാതെ ശരിയായ മാർഗത്തിലൂടെ നയിക്കുവാനും ഇത്തരം സദസ്സുകൾ തീർച്ചയായിട്ടും ഉതകും. ഇനിയും അതിന് ധാരാളം പ്രസക്തിയുണ്ട്. ഈ സദസ്സുകളിൽ വന്നിരിക്കുന്നവർ കുറവാണെങ്കിൽ പോലും ഇവിടെ പറയുന്ന വൈജ്ഞാനികമായ അറിവുകൾ ഈ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ സഹോദരന്മാരിലേക്ക്, സഹോദരിമാരിലേക്ക് എത്തിക്കുവാൻ നാം തയ്യാറാകണം. കൂടുതൽ പേർ ഇത്തരം സദസ്സുകളിലേക്ക് വരികയും ഇവിടെയുള്ള വൈജ്ഞാനികമായ അറിവുകൾ നമ്മൾ പകർത്തുകയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടും, ഈ ആദരണീയനായ ഇബ്രാഹിം മൗലവിയുടെ പ്രിയപുത്രൻ കഴിഞ്ഞ 1 വർഷം മുമ്പ് ഒമാനിൽ വെച്ച് മരണപ്പെട്ടുപോയ അബ്ദുൽ വാഹിദ് റഹ്മാനി അവരുടെ സ്മരണ നിലനിൽക്കുന്ന ഈ സദസ്സിലെ ഇന്നു മുതൽ നടക്കുന്ന 3 ദിവസത്തെ ഈ ബാദ് പരമ്പരയിൽ, പ്രഭാഷണ പരമ്പരയിൽ കൂടുതൽ പേർ സജീവമായി അത് തീരുന്നവരെ പങ്കെടുക്കണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ നാമം ഉരവിട്ടുകൊണ്ട് ഞാൻ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ നിങ്ങളോടൊരു ക്ഷമയും കൂടി ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കറിയാം, കോട്ടൂർ പള്ളിയുടെ മദ്രസയുടെ ഉദ്ഘാടനം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 15-ാം തീയതി നടക്കുകയാണ്. ആദരണീയനായ മുനീർ ഹുദവി വിളയിൽ അവരുടെ ഒരു റമദാൻ ഉദ്ബോധനവും അന്ന് രാത്രി സംഘടിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്ന് ഒരു ആലോചനാ യോഗത്തിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് ഞാൻ അദബികേടാണ് എന്ന് ആണെങ്കിലും സദസ്സിൽ നിന്ന് നേരത്തെ പോകുമെന്ന് ആദരണീയനായ തങ്ങളുടെ പെർമിഷനോടുകൂടി ഞാൻ പോകും. അത് തുടങ്ങിയ ഉടനെ തന്നെ പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഉദ്ഘാടനവുമെല്ലാം കഴിഞ്ഞ് മുഖ്യപ്രഭാഷണത്തിനായി അത് കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ആശംസ പറഞ്ഞ് നീട്ടുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. സുഹൃത്തും സ്നേഹിതനുമായ അബ്ദുൽ വാഹിദ്, അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഇൽമിൻ്റെ മജ്ലിസും ദിക്റിൻ്റെ മജ്ലിസുകളുമൊക്കെ കുറഞ്ഞു വരുന്ന കാലത്ത് സോഷ്യൽ മീഡിയയിൽ കൂടുകയും അല്ലാത്ത രൂപത്തിൽ ഇതേപോലെയുള്ള മജ്ലിസുകൾ കുറഞ്ഞു വരികയും ചെയ്യുന്ന കാലത്ത് ഇതിനെ സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ സംഘാടകർ അല്ലാഹു പൂർണ്ണ ഇസ്സത്തും ഹിമ്മത്തും അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ആശംസകളും SSFൻ്റെ ഡിവിഷൻ്റെ പേരിൽ
നേരുകയാണ്. അള്ളാഹു നമ്മെയും അവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ പ്രഭാഷണം ഉള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. അസ്സലാമു അലൈക്കും. والحمد لله الحمد لله رب العالمين ولي الصالحين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا وحبيبنا محمدا عبد الله ورسوله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله يا رب صل على الحبيب محمد واجعله شافعنا بفضلك في غدي يا رب صل على النبي محمد انجي الخلائق ما شاء الله. ഒരു 2 മിനിറ്റ് എഴുന്നേക്കാൻ പറ്റുമോ? സ്റ്റേജിൽ എഴുന്നേക്കണ്ട, സ്റ്റേജിൽ എഴുന്നേക്കണമെന്നില്ല. സഹോദരിമാർ അവിടെ തന്നെ ഇരിക്കും. വടതലയിലാണ് പരിപാടി എന്ന് പോസ്റ്ററുകൾ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പോയപ്പോ പലരും തിരിച്ച് റിപ്ലൈ തന്നത് ഞങ്ങളെ അവിടെ നല്ല കുറെ ആളുകളുള്ള സ്ഥലമാണ്, നല്ല കുറെ മനുഷ്യന്മാരും പറഞ്ഞാൽ മനസ്സിലാകുന്ന ദീൻ ഉൾക്കൊള്ളുന്ന നല്ലൊരു സമൂഹമുള്ള സ്ഥലമാണെന്ന്. ഞാൻ വെറുതെ ദമ്പ് പറയാൻ പറഞ്ഞല്ല, എൻ്റെ ഫോണിലെ മെസ്സേജുകൾ അങ്ങനെ ആയിരുന്നു. ഇന്നത്തെ പോസ്റ്ററുകൾക്ക് റിപ്ലൈ വന്നപ്പോൾ അപ്പൊ അവരോടൊക്കെ തിരിച്ചു ചെല്ലുമ്പോ പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയരുതല്ലോ. അവരെഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റവരാണ്, സ്വലാത്തിന് ആവേശമുള്ളവരായിരുന്നു എന്നും ഓർക്കുന്നൊരു മജ്ലിസാക്കി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ശബ്ദം ശ്രവിച്ച ആരെങ്കിലും പുറത്ത് നിൽക്കുന്നെങ്കിൽ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ നിൽക്കുന്നവരെ കുറിച്ചല്ല, ഇൽമു കേൾക്കണമെന്ന നീയത്ത് ഉള്ളവർ അത് നിർബന്ധമായും മജ്ലിസിൽ കയറുക. നമ്മുടെ സഹോദര സമുദായ സുഹൃത്തുക്കളൊക്കെ ഈ മജ്ലിസിനെ വളരെ ഭവ്യതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. ഈ മജ്ലിസിന്റെ ഐശ്വര്യം എമ്പാടും അവരുടെയൊക്കെ ഭവനങ്ങളിൽ പടച്ച തമ്പുരാൻ സമ്മാനിക്കുമാറാകട്ടെ.
അപ്പൊ നമ്മൾ ഈ ചെല്ലുന്ന സ്വലാത്ത് നാടിന് ഐശ്വര്യാണ്. ഉറച്ചൊരു സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്ന് ശഅബാൻ 1-ാം രാവാണ് അല്ലേ? അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ ഈ വർഷത്തിൽ ഒരുമിക്കാൻ നീ തൗഫീഖ് തന്നല്ലോ. അല്ലാഹ്, ഇത് നീ സ്വർഗീയ മജ്ലിസാക്കണേ റഹ്മാനെ. സ്വലാത്ത് കൊണ്ട് ആഹ്വാനം ഇറങ്ങിയ മജ്ലിസാണ്, സ്വലാത്ത് കൊണ്ട് ആഹ്വാനം ഇറങ്ങിയ മാസമാണ്. ആ മാസത്തിൽ നിങ്ങളോട് വളരെ വിനീതമായി സ്വലാത്ത് കൊണ്ട് ആഹ്വാനം നിങ്ങളോട് നടത്തുന്നു. ഒരു സ്വലാത്ത് ഉറച്ചു ചൊല്ലിയേ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങളെ നീ നാളെ അർശിന്റെ തണലിൽ ഈ ചൊല്ലിയ സ്വലാത്ത് കാരണത്താൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. അസ്റാ ബിഹിൽ മൗലാ ഇലാ ഉഫുഖിസ് സമാ فوق البراق وعنده جبريل يا رب صل للنبي محمد منجي الخلائق يا رب صل على الحبيب محمد واجعله شافعنا بفضلك في غدي يا رب صل على النبي محمد منجي الخلائق. ആത്മാർത്ഥമായൊരു ആമീൻ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയത് കാരണത്താൽ നാളെ ഞങ്ങൾക്ക് മുത്തായ മുത്ത് നബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അവിടുത്തെ ഹൗദുൽ കൗസർ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. മസ്ജിദുർ റഹ്മ വടുതല കുടപുറത്ത് സംഘടിപ്പിച്ച വിജ്ഞാന തീരത്തിൽ സമ്മേളിച്ച ആദ്യത്തെ ദിവസത്തിൽ ഞങ്ങൾ ഈ വന്നു നിന്നതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ലിവാഉൽ ഹംദ് എന്ന കൊടിയുടെ താഴെ സാധുക്കളായ പാപികളായ ദോഷികളായ ഞങ്ങളെ അല്ലാഹ് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൂത്തായവർക്ക് അങ്ങേയറ്റം സന്തോഷം നൽകിയ ഒരു ദിവസമാക്കി, ഒരു രാവാക്കി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് കടമപ്പെട്ടവർ ധാരാളം ആളുകൾ ഒരുപാട് പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ വിശ്രമിക്കുന്നുണ്ട്. അവരുടെ അർവാഹുകൾക്ക് അങ്ങേയറ്റം സന്തോഷം നൽകിയ ഒരു രാവാക്കി നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ وآل سيدنا محمد وأصحاب سيدنا المصطفى محمد صلى الله عليه وسلم. ما شاء الله. ഞാൻ അല്പം കൂടി ഇതിൽ ഓളയും കൂട്ടിയ സന്തോഷമായി. കാരണം 2 ദിവസം കൊണ്ട്, 2 ദിവസമല്ല, ചൊവ്വാഴ്ച മെഹറാജിന്റെ പകല് മുതല് ഒരു അസ്വസ്ഥത കൊണ്ടിങ്ങനെ ശരീരം കുറച്ച് ക്ഷീണം സ്വാഭാവികമാണല്ലോ. മഞ്ഞും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സന്ദർഭങ്ങളാണല്ലോ. എങ്കിലും ഞാൻ ബുദ്ധിമുട്ടുണ്ടോന്ന് നമ്മൾ ഹസൻ ഉസ്താദിനെ അറിയിച്ചിരുന്നില്ല. അത് മൂപ്പർക്ക് ബേജാറാണ്. മൂപ്പർ ആകെ ഒന്നാമത് ടെൻഷനായിരിക്കുകയാണ്. നമ്മുടെ യാത്രയുണ്ട് എന്ന് കണ്ടപ്പോൾ ആ ടെൻഷൻ ഇങ്ങനെ പങ്കുവച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം ഉസ്താദിന് മംഗളമാക്കി കൊടുക്കട്ടെ. ഒരു ടെൻഷനും ഇല്ലാതെ എല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദ് ആഗ്രഹിച്ചതിലും മനസ്സിൽ കണ്ടതിലും ഭംഗിയാക്കി അല്ലാഹു പൂർത്തീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബുദ്ധിമുട്ടിനിടയില് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ മുകാശഫത്തുൽ ഖുലൂബ് ഇങ്ങനെ വായിച്ചു വന്നപ്പോ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചൊരു വാക്ക് കണ്ടപ്പോ അത് നമുക്ക് വലിയ പ്രചോദനം തോന്നി. മല്ലം യബ്തൽ ബൈന കുല്ലി 40 ലൈലത്തിൻ ബിബലിയ. 40 ദിനരാത്രങ്ങൾക്കിടയിൽ നിങ്ങളിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒരു രോഗമോ നിങ്ങൾ നേരിട്ടില്ലെങ്കിൽ, ഔ ഹമ്മിനോ മുസീബത്തി, ചെറിയൊരു ഹമ്മും ഖേദവും നിരാശയും ഒക്കെ നിങ്ങൾക്ക് തന്നില്ല എന്ന് കൂട്ടിക്കോ. ഫലൈസ ലഹു ഇൻദല്ലാഹി ഖൈർ. അങ്ങനെ ഒരു വന്നില്ലെങ്കിൽ അല്ലാഹ് അവനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മഹാനായ ഇമാമുന ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ മഹാനായ ഇമാം ലഹാഖ് റളിയല്ലാഹു അൻഹുവിന്റെ
വാക്കുകൾ എഴുതപ്പെട്ടത് കഴിഞ്ഞ 2 ദിവസം ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹു നമുക്ക് അവൻ തരുന്ന പരീക്ഷണങ്ങളെ, രോഗങ്ങളെ, ബുദ്ധിമുട്ടുകളൊക്കെ ഈമാനികമായ ബലം കൊണ്ട് നേരിടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രദേശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് വളവും തിരിവും ജംഗ്ഷനും ഒക്കെ കഴിയുമ്പോഴെല്ലാം മോനെ ഇവിടെ ഇഷ്ടംമാതിരി ഇങ്ങനെയാണ് ഇവിടെ ശൈലി ഉപയോഗിക്കുക, ഇഷ്ടമാതിരി ജാതി മത ഭേദമന്യേ അമ്പലങ്ങളും പള്ളികളും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന വളരെ ഐശ്വര്യമുള്ള ഒരു പ്രദേശമാണെന്ന് പറഞ്ഞു. സ്വരുമയോടെ അല്ലാഹുവേ ഈ പ്രദേശത്തെ നീ ഐശ്വര്യപൂർണ്ണമാക്കി തരണം റഹ്മാനെ. ഇവിടെ നിലനിൽക്കുന്ന ഒരുമയും സ്വരുമയും സന്തോഷവും ഖിയാമത്ത് നാൾ വരെയും അല്ലാഹുവേ നീ നിലനിർത്തി തരണം റഹ്മാനെ, നീ നിലനിർത്തി തരണം റഹ്മാനെ. ഇവിടേക്ക് വന്നിരുന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഹാജി പ്രസിഡന്റ് കാട്ടുപുറം മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ ഉദ്ഘാടന പ്രഭാഷണം കേട്ടുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. അതിന്റെ ബാക്കി ഭാഗം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഉമറാക്കളിലെ സേവന രംഗത്തെ സജീവത, അദ്ദേഹത്തിന്റെ ആ ദീർഘവീക്ഷണവും അദ്ദേഹത്തിന്റെ ഖേദപ്രകടനം എന്തിന്റെ പേരിലാണ് നടത്തിയത് നിങ്ങൾ കേട്ടല്ലോ, പ്രസംഗം കേട്ടല്ലോ. ഒരു സമൂഹം വരാനിരിക്കുന്ന യുവതലമുറയെ ഇതുപോലുള്ള വൈജ്ഞാനിക മജ്ലിസുകൾ കൊണ്ട് മാത്രമേ നന്നാക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വലിയ സന്ദേശമാണ് ജമാഅത്ത് പ്രസിഡന്റ് നമുക്കിവിടെ പങ്കുവച്ച് ഉദ്ഘാടനം നടത്തി. അപ്പൊ എന്തുകൊണ്ട് മാറ്റായ ഒരു സന്ദേശമാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഹാജി സാഹിബ് പങ്കുവച്ചിരിക്കുന്നത്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. സൂചിപ്പിക്കാൻ പറയുന്നൊന്നുമല്ല, സൂചിപ്പിക്കാൻ എവിടെയും പറയാറില്ല, ആത്മാർത്ഥമായി പറഞ്ഞതാണ്. ഇങ്ങനെ നല്ല നല്ല ഉമറാക്കൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അല്ലാഹുവേ, അത് നീ എന്നും നിലനിർത്തി തരണം റഹ്മാനെ. ഈ നാടിന്റെ കേന്ദ്ര മസ്ജിദാണല്ലോ അല്ലെ കാട്ടുപുറം അല്ലേ? 2 പള്ളിയുണ്ട്, 2500ഓളം വരുന്ന മഹല്ലുകൾ, 2500ഓളം വരുന്ന വീടുകൾ അല്ലേ? 2500ഓളം വരുന്ന വീടുകൾ, കുടുംബങ്ങളാണ്. അത്ര വിശാലമാണ്. ഉപരി പറഞ്ഞതുപോലെ തന്നെ ഒരു പേര് പറഞ്ഞല്ലോ, പൊന്നാനി അല്ലേ? കൊച്ചു പൊന്നാനി എന്നറിയപ്പെടുന്ന മാഷാ അല്ലാഹ് അല്ലാഹുവേ, യഥാർത്ഥ പൊന്നാനിയുടെ ബർക്കത്ത് കൊണ്ട് ഈ കൊച്ചു പൊന്നാനി എന്ന ബർക്കത്തുള്ള നാട്ടിനെ നീ എന്നും അനുഗ്രഹമുള്ള നാടാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാം കൊണ്ടും ഈ പ്രദേശത്തേക്ക് വരെ സന്തോഷമുള്ള നല്ല വാക്കുകളാണ് കേട്ടത്. ഇൻഷാ അല്ലാഹ് തിരിച്ചു ചെല്ലുമ്പോൾ എന്നോട് അറിയിച്ച സന്തോഷം പറഞ്ഞവരോട് എനിക്ക് തിരിച്ചെല്ലുമ്പോഴും പറയണം, നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ആളുകളായിരുന്നു, സ്വലാത്ത് ചൊല്ലിയ സമൂഹമായിരുന്നു, നല്ല അനുസരണയുള്ള സമൂഹമായിരുന്നു. കഴിഞ്ഞ തവണ ഹസൻ ഉസ്താദ് ഇവിടുത്തെ ഒരു പരിപാടി ക്ഷണിക്കുമ്പോഴും അന്നൊരു അസൂരി ഉണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഖദറും ഖലാഉം വന്നപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനും നിങ്ങളോട് സംബോധന ചെയ്യാനും തൗഫീഖ് തന്നു. അല്ലാഹു ഈ ബന്ധം നമ്മെ സ്വർഗ്ഗം വരെ എത്തിച്ചനുഗ്രഹിക്കുമാറാകട്ടെ. വേദിയിൽ ഹസനി ഉസ്താദ് അടക്കം മസ്ജിദുർ റഹ്മയുടെ മുദരിസാൻ, പല ആലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ സേവകർ, പ്രവർത്തകർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മുത്തഅല്ലിം സുഹൃത്തുക്കളടക്കം അല്ലാഹു എല്ലാവരുടെയും ഹാജത്തുകൾ നിറവേറ്റിക്കൊടുത്തു. അല്ലാഹു അവരുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ സ്വീകാര്യത നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘിപ്പിച്ചുള്ള ഭാഷണം ഉണ്ടാകുന്നതല്ല. ശരി വരുന്നല്ലേ? പെട്ടെന്ന് കഴിയൂലോ അല്ലെ? ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകിയിരിക്കുമാറാകട്ടെ. കോട്ടൂർ ഉസ്താദിന്റെ ഈ കാലയളവിലെ ദർസുകളിൽ നമ്മൾ ചൊല്ലുമ്പോൾ ഉസ്താദിന്റെ ആഫിയത്ത് ഇപ്പോൾ കുറഞ്ഞു വരികയാണെങ്കിലും ഉസ്താദ് ദർസിലിരുന്നു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് നല്ല ഊർജ്ജസ്വലനായി സംസാരിക്കും. ചില ദിവസങ്ങളിൽ ഉസ്താദിന്റെ വയ്യായ്മ വരുമ്പോൾ ഉസ്താദ് പറയും ഖാദിമികളോട്, അവരോട് ക്ഷമിക്കാൻ പറയും മോനെ, അവരോട് ക്ഷമിക്കാൻ പറയും മോനെ എന്ന് പറയും ഉസ്താദ്. അപ്പൊ പഴയകാലത്തെ ശിഷ്യന്മാരോട് പറയുന്ന ആ വാക്ക് ഇന്നും ഉസ്താദിന്റെ ഇപ്പോഴത്തെ ശിഷ്യന്മാരോടും അവരോട് ക്ഷമിക്കാൻ പറയും മോനെ എന്നാ പറയാ. പക്ഷേ ഈ കാലയളവിൽ ഇൽമു വരാൻ പോകുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലി സുഹൃത്തുക്കൾ സബക്കില്ലെന്നറിഞ്ഞാൽ ഒറ്റ ഓട്ടം ഓടാൻ വെക്കും. ഉസ്താദിന്റെ ക്ലാസ് ഇല്ലെന്നറിഞ്ഞാൽ, നേരത്തെ കാര്യം കഴിയുമെന്നറിഞ്ഞാൽ ഉത്സാഹമാണ്.
അത്രത്തോളം എൽമിനോട് താല്പര്യം കുറഞ്ഞു പോകുന്ന ഒരു കാലയളവായി പോയി. പഴയ കാലത്ത് എൽമെന്ന് വരാൻ, ഒരു സബക്ക് കേൾക്കാൻ മുഖ്ലിസീങ്ങളായ ആലിമീങ്ങളുടെ അടുക്കൽ പഠിക്കാൻ പോകുന്ന മുത്തഅല്ലിമീങ്ങൾ, അവർ ഒരു സബക്ക് നഷ്ടപ്പെട്ടാൽ ഖേദിക്കുന്നവരായിരുന്നു. അവരോടാണ് ഉസ്താദ് പണ്ടുകാലം മുതലേ പറഞ്ഞൊരു പ്രയോഗം, അവരോടൊന്ന് ക്ഷമിക്കാൻ പറയുമോനേന്ന്. അത് ഇന്ന് ഉസ്താദ് തുടരുന്നുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രഭാഷണം നിങ്ങളോട് വലിയ പ്രഭാഷണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും കുറഞ്ഞ സമയത്തുള്ള ആഫിയത്ത് വെച്ച് എനിക്കുകാരനും കൂടെ സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് തൊണ്ട ഇടറാതിരുന്നാൽ അല്ലാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് സംസാരിച്ച് ഇങ്ങനെ പോകാം. അല്ലാഹു ഈ തൗഫീഖ് നൽകണം റഹ്മാനേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുണ്യമാക്കപ്പെട്ട രാവുകൾ നമ്മിലേക്ക് സമാഗതമായി കഴിഞ്ഞു. ഓൾറെഡി സമാഗതമായി കഴിഞ്ഞു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാവുകളും വളരെ വിലപ്പെട്ടതാണ്. വെള്ളിയാഴ്ച രാവ്, തിങ്കളാഴ്ച രാവ്, അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട മാസങ്ങളിലെ പ്രത്യേകമായ രാവുകൾ. കഴിഞ്ഞ റജബിൽ നമുക്ക് റജബ് 27 പ്രത്യേകമായിരുന്നു. അങ്ങനെ തുടങ്ങി ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ വന്നു. ഇന്ന് ശഅബാനിന്റെ 1-ാം രാവാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകതയുള്ളതാണ്. അതുപോലെ വരാനിരിക്കുന്ന ബറാഅത്ത് പ്രത്യേകതയുള്ളതാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിലെ എല്ലാ രാവും പ്രത്യേകതയുണ്ട്. അതിൽ 17-ാം രാവ് പ്രത്യേകതയുണ്ട്. 21, 23, 25, 27, 29, അങ്ങനെ റമളാൻ കഴിഞ്ഞ് പെരുന്നാളും വലിയ പെരുന്നാൾ രാവും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, അവന് എല്ലാ രാവുകളിലും പ്രത്യേകതകൾ കാണും. അത് ഉൾക്കൊള്ളുന്നവരാകാൻ അല്ലാഹുവിന് തൗഫീഖ് നൽകണം റഹ്മാനെ. ഉൾക്കൊള്ളുന്ന മുസ്ലിമാകാൻ, ഈമാനുള്ള മുസ്ലിമാകാൻ അല്ലാഹ് തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ സുഹൃത്തുക്കൾ അടക്കം ഇത് കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഈ കേരളക്കരയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന, ഇന്ത്യ രാജ്യമെന്ന് പറയുമ്പോൾ സെക്കുലാർ സ്റ്റേറ്റ് ആണ് ഇന്ത്യ രാജ്യമെന്ന് നമ്മൾ ചെറുപ്പകാലം മുതലേ പഠിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന നമ്മളെ ഈ രാവുകളെല്ലാം പ്രത്യേകമാക്കി തരാൻ കാരണക്കാരായ ഒരു പൂർവ്വസൂരികളായ മഹത്തുക്കളുണ്ട്. ഈ രാവുകളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുണ്ടെന്ന ബോധം നമുക്ക് തന്ന പൂർവ്വസൂരികളായ മഹത്തുക്കളെ മറന്നുകൊണ്ട് എങ്ങനെയാണ് ഞാനും നിങ്ങളും നമ്മുടെ വിഷയത്തിലേക്ക് പോകുന്നത്? കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ മറന്നുകൂടാ. കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ മറന്നുകൂടാ. അവരെ അവിസ്മരിക്കാതെ നമ്മൾ ഒരു ചരിത്രത്തിലേക്ക് ആളുകൾ മറിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയില്ലേ, പണ്ഡിത വര്യനായിരുന്ന ശൈഖ് വഹീറുദ്ദീനും അനുചരന്മാരും അറേബ്യൻ തുറമുഖത്തിരുന്ന സിലോണിലെ ആദമ്മല സന്ദർശിക്കാനായ ഒരു പായക്കപ്പലിൽ പുറപ്പെട്ട സംഭവം നിങ്ങൾക്കറിയില്ലയോ? കാറ്റിന്റെ ഗതി നിമിത്തം അവിചാരിതമായി കൊടുങ്ങല്ലൂർ കടപ്പുറത്തെത്തിയ സംഭവം നിങ്ങൾക്കറിയില്ലയോ? നിസ്കാര സമയമായതിനാൽ അവർ വുദൂ ചെയ്തുകൊണ്ട് നിസ്കാരം നിർവഹിച്ച സംഭവം നിങ്ങൾക്കറിയില്ലയോ? ചെയ്തു, നിസ്കാരം നിർവഹിച്ചു. അവിടെ പോറ്റിമാരും നമ്പൂതിരിമാരും മഹർഷിമാരും മറ്റും ഒരുമിച്ചുകൂടി അടുക്കും ചിട്ടയുള്ള അറബി മിഷണറിമാരുടെ നിസ്കാരം കണ്ടപ്പോൾ അവർ ആശ്ചര്യപരിതരായി. അവരിൽ ചിലർ പറഞ്ഞു, ഒത്തു നമുക്കൊന്നു ചിട്ട തെറ്റാതെ, ഒത്തു നമുക്കൊന്നു ചിട്ട തെറ്റാതെ, ചിത്തം തുളിർക്കും കൃത്യം ഇതല്ലോ, മുമ്പിൽ ബ്രഹ്മാവിന്റെ വിഗ്രഹങ്ങളില്ല, ഗണപതിയില്ല, ശ്രീകൃഷ്ണ ഭഗവാനുമില്ല. അന്നെന്തായിരുന്നു ഈ കേരളത്തിന്റെ അവസ്ഥ? അന്ധനായന്മാർ തുടങ്ങി കീഴ്പോട്ടുള്ള ഹിന്ദുക്കളായിരുന്നോരത്രേ. ആട്ടും വിലക്കും വഴിയാട്ടും മറ്റുമീ കൂട്ടർ സഹിച്ചു പൊറുതി മുട്ടി. വിട്ടതാ ഹിന്ദുമതം, ജാതിയിൽ താൻ കെട്ടുകഴിഞ്ഞ നമ്പൂരി മതം. ഇത് ഞാൻ പാടിയതല്ല,
ഞാൻ പാടിയതല്ല. ദുരവസ്ഥ എന്ന കൃതിയിൽ കുമാരനാശാൻ പഠിപ്പിച്ചു തന്നതാണ്. ദുരവസ്ഥ എന്ന കൃതിയിൽ കുമാരനാശാൻ എഴുതി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ഈ അറബി മിഷനറിമാരുടെ അടുക്കൽ, ഈ അറബി മിഷനറിമാരെ അന്ന് കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിന്റെ ദർബാറിലേക്ക് ക്ഷണിക്കുകയാണ്. രാജാവ് ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ ചന്ദ്രൻ പിളർന്ന സംഭവം വന്നപ്പോൾ രാജാവ് വളരെ ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം അറബികളോട് രാജാവ് പറഞ്ഞു, അത്രേ, ഇത് ഞാൻ കണ്ടതാണ്. ഒരു ദിവസം അങ്ങ് പെട്ടെന്ന് പകലിരുളാവുകയും ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുകയും ഭൂമിയിലേക്ക് രണ്ടായി വന്നതിന് ശേഷം പൂർണ്ണതയിലെത്തിയതായി അനുഭവപ്പെട്ട സംഭവം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതിനാൽ ഈ പ്രവാചകനെ എനിക്ക് നേരിലൊന്ന് കാണണം. സിലോണിൽ പോയി തിരികെ ഇതുവഴി വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർ മടങ്ങി വരുന്നതിനിടയിലുള്ള സമയം തന്റെ ഭരണ ചുമതല മറ്റുള്ളവരെ ഏൽപ്പിക്കുകയും സ്വഹാബത്തോടൊപ്പം മദീനയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ജീവിതകാലത്താ ചേരമാൻ പെരുമാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലെത്തുന്നത് എന്ന് അബീ സഈദ് അൽ ഖുദരി നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അഹ്ദാ മലിക്കുൽ ഹിന്ദി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജറത്തൻ ഫീഹാ زنجبيل فأطعم أصحابه قطعة فأطعمني منها قطعة. ഇന്ത്യയിലെ ഒരു രാജാവ് ഇഞ്ചി നിറച്ച ഒരു ഭരണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തു. അതിൽ ഒരു കഷണം എനിക്ക് തരുകയും ചെയ്തു. ഈ സംഭവം ഇന്ത്യ രാജ്യത്തിലേക്കുള്ള ഇസ്ലാമിന്റെ വരവ്, ഇന്ത്യ രാജ്യത്തൊരു മുസൽമാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ഈ ചരിത്രത്തെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയ കക്കവറക്കി നടന്ന സായിപ്പന്മാർ വരെ അവരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എ കിങ് ഫ്രം ഇന്ത്യ bought a jar filled with ginger as a gift for Prophet Muhammad sallallahu alaihi wasallam, and Prophet Muhammad gave me one piece from it. ഇന്ത്യയിലെ രാജാവ് ഇഞ്ചി നിറച്ച ഭരണി ഹബീബുനാ വ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത സംഭവം ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. താജുദ്ദീൻ എന്ന പേരായിരുന്നു. സ്വഹാബത്തോടൊപ്പം കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിൽ ഷഹർമുല്ല എന്ന സ്ഥലത്ത് വെച്ച് രാജാവ് വഫാത്താവുകയും ചെയ്തു. ആ സ്ഥലം ഇന്ന് മസ്കറ്റിലെ സലാല എന്നറിയപ്പെടുന്നുണ്ട്. ഈ സ്ഥലത്ത് മസ്കറ്റുകാരുണ്ടോ? മസ്കറ്റിൽ ജോലി ചെയ്യുന്നവര് ഉണ്ടോ? പ്രവാസികൾ ഉണ്ടാവുമല്ലോ. മസ്കറ്റിൽ പോയവരുണ്ടാവോ? ഉണ്ടാകണം. പ്രവാസികളില്ലാത്ത സ്ഥലമില്ലല്ലോ. മസ്കറ്റിൽ പോയവരുണ്ടല്ലോ. ഏതായാലും ബർക്കത്തുള്ള ദേശമാണ്. പ്രവാസികൾക്കൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഏത് നാട്ടിൽ പോയാലും പ്രവാസികൾ പ്രത്യേകം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തും ഓർമ്മപ്പെടുത്തും, അല്ലാഹുവേ അവരുടെയൊക്കെ പ്രവാസത്തിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. ഒരു തരം പ്രയാസമാണ് പ്രവാസ ജീവിതം. അല്ലാഹുവേ അവരുടെയൊക്കെ അധ്വാനത്തിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് മസ്കറ്റിലെ സലാല എന്നറിയപ്പെടുന്ന ഷഹർമുല്ലയിൽ വെച്ച് വഫാത്തായ രാജാവ്, ആ രാജാവ് ഇന്ന് അവിടെ അന്തരീക്ഷം കൊള്ളുന്നതിനാൽ കേരളത്തിന്റെ കാലാവസ്ഥയാണ്. രാജാവ് ഇന്ന് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നതിനാൽ കേരളത്തിന്റെ കാലാവസ്ഥയാണ് സലാലയിൽ. അത് അവിടുത്തെ കറാമത്താണ്. എന്താ ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷമുള്ള പേര് എന്താ? പേര് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അതോ വെറുതെ എൻജോയ് ചെയ്യാണോ? എല്ലാം ഇപ്പൊ എൻജോയ്മെന്റ് ആയി മാറിയില്ലേ? ഹലോ ഗൈസ് ഒന്ന് വിളിച്ചാലേ ഇപ്പൊ മനസ്സിലാവൂ. അങ്ങനാണോ? സുഹൃത്തുക്കളെ, വിശ്വാസികളെ, താജുദ്ദീൻ എന്ന
എന്ന പേര് സ്വീകരിച്ച് ചേരമാൻ പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് തിരിച്ചു വരുന്ന ചേരമാൻ പെരുമാൾ എന്ന കേരളത്തിന്റെ രാജാവ് അഥവാ താജുദ്ദീൻ എന്നവർ സലാലയിൽ വെച്ച് അന്ത്യവിശ്രമം കൊണ്ടപ്പോൾ ആ രാജ്യത്തെ ഇന്നും കേരളത്തിന്റെ കാലാവസ്ഥയാക്കി അല്ലാഹു അനുഗ്രഹിച്ചു എങ്കിൽ ഒരു സത്യവിശ്വാസിയുടെ പവർ എന്താണെന്ന് അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമൂഹമേ, ഷഹർമുല്ലയിൽ വെച്ച് വഫാത്തായി അവിടെ തന്നെ ദഫൻ ചെയ്തു, കഫൻ ചെയ്തു, അടക്കം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ രാജാവ് കൊടുത്തയച്ച കേരളത്തിലേക്ക് ഒരു കത്ത്, ആ കത്തുമായി കേരളത്തിലേക്ക് യാത്ര തിരിച്ചവരിൽ ഹസ്രത്ത് മാലിക് ഇബ്നു ദീനാർ റളിയത്തും തർലിയത്ത് ചൊല്ലുമോ? ഹസ്രത്ത് മാലിക് ഇബ്നു ദീനാർ, ഹബീബ് ഇബ്നു മാലിക്, മൂസ ഇബ്നു മാലിക്, അലി ഇബ്നു മാലിക്, അബ്ദുറഹ്മാൻ ഇബ്നു മാലിക്, ഖമരിയ, ഫാത്തിമ, ആയിഷ, സൈനബ, താഹിറ, ഹലീമ എന്നിവർ അതിൽ പെടുന്നുണ്ട്. റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദിൻ മിൻഹും അജ്മഈൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവരെല്ലാവരും വളരെ ആദരവോടുകൂടി ഒരു കത്തുമായി കേരളത്തിലേക്ക് വരുമ്പോൾ ആ കത്തിനെ ബഹുമാനിച്ചുകൊണ്ട് കേരളത്തിന്റെ പല ഭാഗത്തും പള്ളികൾ വരാൻ തുടങ്ങി, മദ്രസകൾ വരാൻ തുടങ്ങി. ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെയാണ് സുഹൃത്തുക്കളെ വർഗീയത? ഇവിടെയാണ് ആ കത്തിലൂടെ വംശീയത ഉണ്ടായത്. 14-ാം രാവിനെ പോലെ പ്രശോഭിക്കുന്ന അറബി മിഷനറിമാർക്ക് സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ അവർ നടത്തിയ ദീനീ ദഅവത്ത് കൊണ്ടല്ലയോ നാം മുസ്ലിമീങ്ങളായത്, നാം മുഅ്മിനീങ്ങളായത്? അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആദർശങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഓരോ രാവുകളെ കുറിച്ചും നമുക്ക് ബഹുമാനിക്കത്തവക്കവണ്ണമുള്ള അറിവും പ്രാപ്തിയും സംസ്കാരവും അല്ലാഹു നമുക്ക് ഉയർത്തിത്തന്നത് നമ്മളൊക്കെ മുസ്ലിമീങ്ങളായതുകൊണ്ടല്ലേ? അല്ലാഹ് ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുതേ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആ വണ്ണമാക്കപ്പെട്ട ഉപദേശം ഞങ്ങൾക്ക് തീർത്തും മുറുകെ പിടിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ സമ്മേളിച്ചിരിക്കുന്ന മുഴുവൻ ആണിനും പെണ്ണിനും അല്ലാഹുവേ, പരിശുദ്ധമായ ദീനിന്റെ ശറഅന്റെ എല്ലാ നിയമങ്ങളും പൂർണ്ണമായി അംഗീകരിക്കുന്ന വിശാലമായ മനസ്സിന്റെ ഉടമകളാക്കി അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. എന്നാൽ മാത്രമേ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചതിനെ നമുക്ക് ബഹുമാനിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വെറുത്തവകളെ വെറുക്കാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശഅബാൻ 1-ാമത്തെ രാവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, റജബുൻ ശഹറുല്ലാഹ് വശഅബാൻ ശഹരീ വറമളാൻ ശഹറു ഉമ്മത്തി മുഹമ്മദുൽ മുസ്തഫ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്റെ മാസമെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക് മാത്രം മതി. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അപ്പൊ എന്റെ മാസമാണ് ഈ പവിത്രമായ ശഅബാൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരൊറ്റ വാക്ക് തന്നെ മതിയാകും ശഅബാൻ മാസത്തിന്റെ പവിത്രതയും അതിന്റെ സ്ഥാനവും മനസ്സിലാക്കാൻ.
ലോകത്ത് അമ്പിയാ മുർസലീങ്ങൾ മുഴുവനും ലോകത്ത് വന്നിട്ടുള്ള 1,24,000 പരം അമ്പിയാ മുർസലീങ്ങൾക്കും നേതാവായ മനുഷ്യകുലത്തിന്റെ മുഴുവനും സയ്യിദായ സയ്യിദ് വൽദി ആദം സന്തതികളുടെ എല്ലാം നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, അത്രമേൽ പദവിയുള്ള മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതെന്റെ മാസമാകുന്നു. ശഅബാനു ശഹരി, മറ്റെല്ലാ മാസങ്ങളെക്കാളും മുൻതൂക്കം കൊടുത്തു ധരിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത്ര പുണ്യകരമായ പവിത്രതയുള്ള പദവിയുള്ള ബഹുമാനമുള്ള അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു മാസം. ആ പുണ്യമാസത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു ഏറ്റവും അധികം അനുഗ്രഹിച്ച മഹത്വങ്ങളാൽ അല്ലാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തൊരു രാവാണ് സുഹൃത്തുക്കളെ ലൈലത്തുൽ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. ഞങ്ങൾക്ക് താങ്ങാനാവാത്തതൊന്നും നീ വരുത്തല്ല ربي ربنا ما لا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. സ്വീകരിച്ചോ നിങ്ങൾ ആ രാത്രിയിൽ പ്രത്യേകം ഈ ദുആ ധാരാളം തവണകൾ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ ഈ രാത്രി മുതൽ തന്നെ നിങ്ങൾ പാരായണം ചെയ്യണം ഈ ഹദീസ്, ഈ ആയത്ത്, ഈ ദുആ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണം റഹ്മാനേ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മഹാന്മാരായ മഹത്തുക്കൾ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതാൻ പഠിപ്പിച്ചത്. നിങ്ങൾ സൂറത്ത് യാസീൻ ബറാഅത്തിന്റെ ആ രാവിൽ നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് പഠിപ്പിച്ചു മഹാന്മാർ. സൂറത്ത് യാസീൻ ലിമാ യാസീൻ സൂറത്ത് എന്ത് നിയത്തിയാലാണ് ഓതുന്നത് അത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു നമുക്ക് ശ്രേഷ്ഠമാക്കി തന്ന ഒറ്റ രാത്രി, അത് പ്രത്യേകമായി നിഷ്ഠമാക്കി തന്ന, നിജപ്പെടുത്തി തന്ന നിസ്ഫു ശഅബാനിലെ ആ രാവ്. അല്ലാഹുവേ സൂറത്ത് യാസീൻ ഞങ്ങളുടെ ആഫിയത്തിന് വേണ്ടി പാരായണം ചെയ്യാൻ, ഞങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടി പാരായണം ചെയ്യാൻ, ഞങ്ങളുടെ റിസ്ഖിന് വേണ്ടി പാരായണം ചെയ്യാൻ, ഞങ്ങളിൽ നിന്ന് മൗത്തായവരുടെ സ്വർഗ്ഗപ്രവേശനത്തിനും മഗ്ഫിറത്തിനും വേണ്ടി പാരായണം ചെയ്യാൻ അല്ലാഹ് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പലപ്പോഴും നല്ല നല്ല അവസരങ്ങൾ വീണ് കിട്ടിട്ടും നല്ല അവസരങ്ങൾ വീണിട്ടും ഉപയോഗിക്കാത്തവർ ആരാണ്? മൂഢന്മാരാണ്. Those who won't take a chance, those who won't take a chance don't have a chance. അവസരം എടുക്കാത്തവൻ അവസരമില്ലെന്നാണ് സിഗ്സിലാഗ് എന്ന വലിയ ഇംഗ്ലീഷ് സാഹിത്യകാരന്മാർ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവസരം എടുക്കാത്തവന് അവസരമില്ല. ഇനി ഒരു ശഅബാൻ വരുമ്പോൾ അല്ലെങ്കിൽ ഇനി ഒരു ബറാത്ത് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്തു കളയാം, നന്നാകാം, എല്ലാം പിന്നീട് മാറ്റിവെക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു അവസരം കിട്ടിക്കൊള്ളണം എന്നില്ല. രാഷ്ട്രങ്ങൾ പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ സമക്ഷത്തിൽ നിന്നൊരു പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു രാവ് പരിശുദ്ധമായ റമളാന് മുമ്പേ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അല്ലാഹുവേ നീ ഞങ്ങൾക്കത് ഫലപുഷ്ടിയോടെ ഉപയോഗിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുപോലെ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ. ആദ്യം നമ്മൾ പറഞ്ഞു ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് കൊണ്ടുള്ള ആഹ്വാനം വന്നത്. പരിശുദ്ധമായ റജബ് മാസത്തിൽ അല്ലാഹുവേ കണ്ട നബി അർശിങ്കൽ ചെന്ന നബി അഞ്ചഖത്ത് ഫർലാക്കി ഒളിച്ചോനെ കുഫ്റാക്കി. പരിശുദ്ധ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ റസൂല്
ആകാശ ലോകത്തെ എല്ലാ സുന്ദരമായ കാഴ്ചകളും കണ്ട് അല്ലാഹുവിനെ കണ്ട് തിരിച്ച് സന്തോഷകരമായി മടങ്ങിയെത്തി നിസ്കാരവും സ്വീകരിച്ച് മടങ്ങിയെത്തി ഈ ഉമ്മത്തിന് സന്തോഷകരമായി നിസ്കാരവും കൊടുത്ത പരിശുദ്ധ റജബിൽ അങ്ങനെ ഒരു സ്വലാത്ത് ഈ ഉമ്മത്തിന് ലഭിച്ചു കഴിഞ്ഞ് അടുത്ത ശഅബാൻ വന്നപ്പോൾ അടുത്ത ഒരു സ്വലാത്തിന് ആഹ്വാനം വന്നു. നോക്കണം ആ ബന്ധം. രണ്ടും പറയുമ്പോൾ സ്വലാത്ത്, അതിന്റെ ബന്ധം ഒന്ന് റജബിലാണ്, മറ്റൊന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ശഅബാനു ശഹരി എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്റെ മാസം എന്ന് പറഞ്ഞ ആ മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വലാത്ത് കൊണ്ട് ആഹ്വാനം വന്ന ആ മാസവും രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, ധാരാളം സ്വലാത്തുകൾ ഈ രാവുകളിൽ ചൊല്ലുന്നവരാകണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അവന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അവന്റെ 100 ആവശ്യങ്ങൾ നേടിക്കൊടുത്തു എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു ലഹു മിഅത ഹാജ. ആത്മാർത്ഥമായി മനസ്സ് മദീനയിൽ കൊടുത്തല്ല, ഫോണിൽ കളിച്ചിട്ടുള്ള സ്വലാത്തല്ല, ബിസിനസ്സിൽ തിരക്ക് കാണിച്ചിട്ടുള്ള സ്വലാത്തല്ല, ആത്മാർത്ഥമായി പരിശുദ്ധ മദീനയിൽ ആ പച്ചക്കുബ്ബ മനസ്സിൽ കൊണ്ടുവന്ന്, പച്ചക്കുബ്ബ ഖുബ്ബത്തുൽ ഖുദ്റാ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ആ സ്വലാത്ത് അങ്ങനെ ഹൃദയത്തിൽ, മദീന ഹൃദയത്തിലേക്ക് നാം കൊടുത്തുകൊണ്ടൊരു സ്വലാത്ത് ചൊല്ലുന്നവനാരോ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ 100 ആവശ്യങ്ങളെ നിറവേറ്റി കൊടുത്തു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ഒരു കാര്യങ്ങളോട് പറയാം. വടുതലയിലെ മസ്ജിദുർ റഹ്മയിലെ വിജ്ഞാന തീരത്തിൽ വന്നപ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് കേട്ടപ്പോൾ ഈ സർവ്വചരാചരങ്ങളും നമുക്ക് നാളെ സാക്ഷിയായി വരണ്ടേ? ഞാൻ പറഞ്ഞാൽ വരൂലല്ലോ, നമുക്കത് പറഞ്ഞാൽ വരത്തക്ക ഒന്നുമില്ല. പക്ഷേ അത് പറഞ്ഞു നമ്മെ സന്തോഷിപ്പിച്ചിരിക്കുന്നത് ആരാണ്? നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മൻ സല്ലല്ലാ അലയ്യ من صلى علي صلاة وجهر بها شهد له كل حجر ومدر ورطب ويابس سيدنا رسول الله. അപ്പൊ അങ്ങനെ സ്വലാത്തില്ലേ പോരല്ലോ, അല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ കാണുന്ന സർവ്വചരാചരങ്ങളും, മാമരങ്ങളും, കൃമികീടങ്ങളും, മൃഗങ്ങളും, ഇടജന്തുക്കളും, ജലജീവികളും, പക്ഷികളും, സ്ത്രീ പുരുഷന്മാരും, മുകളിൽ ആകാശവും കത്തിജ്വലിച്ചുകൊണ്ട് പ്രകാശവും ചൂടും തരുന്ന ഉഗ്രപ്രതാപിയായ തേജോഗോളവും, താഴെ ഭൂഗോളവും, ആ ഭൂഗോളത്തിലെ മാധുര്യമേറിയ പഴങ്ങളും, രുചികരങ്ങളായ കിഴങ്ങുകളും, ധാന്യങ്ങളും, ജീവന്റെ നിദാനമായ ജലവും, സുരഭിലങ്ങളായ സുന്ദര പുഷ്പങ്ങളും, ചന്ദ്രിക ചർച്ചിതങ്ങളായ മോഹന രാവുകളും, അങ്ങനെ ക്ഷീരപദങ്ങളും, സൗരയൂഥങ്ങളും, അണ്ഡകടാഹങ്ങളും, പ്രപഞ്ചങ്ങളും, അനന്ത വിശാല ശാശ്വത വികസ്വര അഗാധ ഭീകര സുന്ദരാതിശയ മഹാപ്രപഞ്ചങ്ങളടക്കം അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ എന്തെല്ലാം പടപ്പുകളുണ്ടോ അതെല്ലാം ഈ ഉമ്മത്ത് ചൊല്ലിയ സ്വലാത്ത് കേൾക്കുന്നുവെങ്കിൽ നാളെ അതൊക്കെയും നിങ്ങൾക്ക് മനസ്സല്ലാ അലൈയ സ്വലാത്ത് വജഹറ ബിഹാ. മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറക്കെ ആരാണ് ചൊല്ലുന്നത്? ശഹീദ ലഹു കുല്ലു ഹജറിൻ വമദറിൻ വറത്തിബിൻ വയാബിസി. ഇക്കണ്ട വൃക്ഷലതാദികളടക്കം നിങ്ങൾക്ക് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കാമെന്ന് ഉറപ്പു തരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദുർ റഹ്മയിലെ വിജ്ഞാന തീരത്തിൽ സമ്മേളിച്ച സമൂഹമേ, നമുക്ക് നാളെ ഈ കണ്ട വൃക്ഷലതാദികൾ, ഈ സൃഷ്ടിജാലങ്ങൾ മുഴുവനും അല്ലാഹുവേ ചൊല്ലിയ സ്വലാത്ത് കാരണത്താൽ പരിശുദ്ധമായ ശഅബാനിൽ സ്വലാത്ത് കൊണ്ട് ആഹ്വാനമിറങ്ങിയ ഈ പരിശുദ്ധമായ സ്വലാത്തിനാൽ അല്ലാഹുവേ അനുകൂലമായി ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഒരു സംഭവം കൂടി നിങ്ങളോട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലയോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പയാകുന്ന അബ്ബാസ്
അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനോട് അന്നഹു വഹദഖ നളറ ഇലാ റസൂലില്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തേക്ക് ഇണതടവിട്ടാതെ ഇണവട്ടാതെ നോക്കി നിൽക്കുന്ന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവര് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണല്ലോ ചാപ്പ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഹൽ മിൻ ഹാജത്തിൽ എന്താവശ്യമാണ്, എന്തുകൊണ്ടാണ് എന്നിലേക്ക് നിങ്ങൾ ഇമ വെട്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിനോട് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് പറയുകയാണ്, ലമ്മാ റഫഅതക ഹലീമാ അൻതൈന 40 യൗമാ അല്ലയോ റസൂലേ, നിങ്ങൾക്ക് 40 ദിവസം മാത്രം പ്രായമുള്ള ഒരു കാലയളവ്. എത്രയാ? 40 ദിവസമാണല്ലേ? ആ ബാക്കിന്ന് കേൾക്കട്ടെ. 40 അത് എപ്പോഴും ഓർമ്മ വേണം. ഈ സംഭവം അവസാനിക്കുന്നത് വരെ ഏത് പ്രായത്തിലാന്ന് ഓർമ്മ വേണം. 40 ദിവസമാണ്, വയസ്സല്ല. 40 ദിവസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാം ദിവസം പ്രസവിച്ചു കഴിഞ്ഞ് അമിനാ ബീവിയുടെ പരിശുദ്ധമായ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഈ ഉമ്മത്തിന് സംഭാവന, ഈ ഉമ്മത്തിന് സമ്മാനമായി ലഭിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവിന്റെ 40-ാമത്തെ ദിവസത്തില് അല്ലാഹുവിന്റെ ഹബീബിന്റെ പാലോട്ടുന്ന പ്രിയപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെയുടെ മുലയൂട്ടുന്ന വേളയില് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഒരു സംഭവം നിരീക്ഷിക്കുകയായിരുന്നു. യാ റസൂലല്ലാഹ് റഅയ്തുക, അവിടുത്തെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന വേളയിൽ തുഖാതിബുൽ ഖമറ വയുഖാതിബുക ബലഗതൻ ലം അഫ്ഹമുഹാ. അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങക്ക് 40 ദിവസമല്ലേ ഉള്ളൂ. ഞാൻ അങ്ങേ നോക്കുമ്പോൾ അങ്ങ് ഹലീമ ബീവിയുടെ മുല ഇങ്ങനെ പാലിങ്ങനെ കുടിക്കുന്നു. പക്ഷേ അങ്ങ് അന്ന് ഉദിച്ചു നിന്ന ചന്ദ്രനുമായി സംസാരിക്കുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് റസൂലേ. ആ സമയത്ത് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനോട് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അമ്മി, ഞാൻ എന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പാനോട് ഒരു കാര്യം പറയുകയാണ്. യാ അമ്മി അർസനി തുമ്മാതു ഫീ ജാനിബിൽ ഐമനി, അല്ലയോ കൊച്ചാപ്പാ, എന്റെ വലത്തെ തോളിൽ ഇങ്ങനെ ഒരു ഉറുമ്പ് കടിച്ചുണ്ടായി, ഒരു ഉറുമ്പ് കടിച്ച സന്ദർഭമുണ്ടായി. ആ സമയത്ത് എനിക്ക് നൊന്തോരു നൊമ്പരം വന്ന് ഞാൻ കരയാൻ പോയി. 40 ദിവസമല്ലേ എനിക്കുള്ളൂ. എന്തുമാത്രം ചോരോമൽ പൈതലായി 40 ദിവസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പാലിങ്ങനെ കുടിക്കുന്ന വേളയിൽ ഉറുമ്പ് കടിക്കുന്ന ആ തിരുശരീരത്തിന്റെ രംഗം നിങ്ങളൊന്ന് ചിന്തിക്കൂ. പ്രിയപ്പെട്ട സമൂഹമേ, നോവുകയല്ലേ? നൊമ്പരം അനുഭവിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ കരയാൻ പോയപ്പോൾ അന്നുദിച്ചു നിന്ന ചന്ദ്രൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ലാ തബ്കി യാ റസൂലല്ലാഹ്, ലാ തബ്കി യാ ഹബീബല്ലാഹ്. നബിയേ, അങ്ങ് കരയല്ല നബിയേ. വലൗ ഖത്ര മിൻ ദുമൂഇക ഖത്രത്തുൻ അലൽ അർളി ഖല്ലബ അല്ലാഹുൽ ഖലറാ അലൽ ഖബറാ. യാ റസൂലല്ലാഹ്, അവിടുത്തെയുടെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണീരങ്ങാണ് ഈ സമയത്ത് വന്നു വീണാൽ ഈ കാണുന്ന പച്ചപ്പ് മുഴുവനും കരിഞ്ഞു പോകും നബിയേ. അതുകൊണ്ട് കരയല്ല നബിയേ, അങ്ങൊന്ന് സഹിക്കുമോ നബിയേ? ഈ വർത്തമാനം കേട്ടപ്പോൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് സന്തോഷമായി. 40 ദിവസമേ ഉള്ളൂ. ചോരോമൽ പൈതലാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എത്ര? 40 ദിവസം. അല്പം കൂടി ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് പറയട്ടെ. ചാപ്പാനോട് വർത്തമാനം തുടരുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ثم قرصني القمات في جانبي الايسر. ഇതേ ഉറുമ്പ് തന്നെ എന്റെ ഇടത്തെ തോളിലും വന്ന് കടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ചപ്പാ?
ആ സമയത്ത് ഫഹമംതു അന്നബകിയ, ആ സമയത്ത് ഞാൻ അങ്ങ് കരയാൻ വേണ്ടി ഉറപ്പിച്ചു. അത്രമേൽ വേദന വന്നു, എനിക്ക് നൊമ്പരം വന്നു, ഞാൻ കരയാൻ തുടങ്ങുന്നു. ആ സമയത്തും പ്രഭയാറ് നിൽക്കുന്ന ചന്ദ്രൻ എന്നോട് സംസാരിക്കുന്ന കാഴ്ചയാണ് എന്റെ 40ാമത്തെ ദിവസത്തിൽ നിങ്ങൾ കണ്ടത്. യാ അമ്മീ, എന്റെ നബിയെ, എന്നിട്ട് എന്തുണ്ടായി? രണ്ടാമത് കടിച്ചപ്പോൾ നിങ്ങളോട് എന്താ ചന്ദ്രൻ സംസാരിച്ചത്? ലാ തബ്കി യാ റസൂലല്ലാഹ്, ലാ തബ്കി യാ ഹബീബല്ലാഹ്, ഫഇൻ വഖഅ മിൻ ദുബൂഇക ഖത്റതൻ അലൽ അർള്, അങ്ങയുടെ കണ്ണുനീര് ഈ ഭൂമിയിൽ ഉരുറ്റു വന്നു വീണു കഴിഞ്ഞാൽ ലം തൻഷഖൽ ഖദറാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഈ ഭൂമിയിൽ ഒരു പച്ചപ്പ് പോലും മുളയ്ക്കുകയില്ലെന്ന് ചന്ദ്രൻ സംസാരിക്കുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ്. ആ സമയത്തിന്റെ കൊച്ചാപ്പ എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട് എന്റെ ചുണ്ടുകളെ എന്റെ 40ാമത്തെ ദിവസത്തിൽ ഉറുമ്പ് കടിച്ച വേദനയെ സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് ഞാൻ കടിച്ചു പിടിച്ചു അനുഭവിച്ചു. ഇത് കേട്ടപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് സന്തോഷായി. നബിയെ, അങ്ങ് കരഞ്ഞില്ലല്ലോ. അവിടുന്ന് സന്തോഷം കൊണ്ട് കൈകൊട്ടുകയാണ് ചെയ്തത്. സന്തോഷം കൊണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് കൈകൊട്ടി. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറയാണ്, നബിയെ, നിങ്ങൾ എന്തി പറയുന്നത്? നിങ്ങൾക്ക് 40 ദിവസം എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ 40 ദിവസമുള്ള അങ്ങാണോ നിങ്ങൾ ചന്ദ്രനുമായി സംസാരിച്ച കഥ നിങ്ങൾ പറയുന്നത്? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു തിരിച്ചു മറുപടിയായിട്ട്, യാ അമ്മീ വല്ലദീ നഫ്സീ ബിയദിഹി لقد كنت أسمع صرير القلم على اللوح المحفوظ. അല്ല കൊച്ചാപ്പ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ തീരുമാനങ്ങൾ ലൗഹുൽ മഹ്ഫൂദിൽ എന്തെഴുതിയാലും അതിന്റെ അനക്കമടക്കങ്ങൾ എനിക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയും കൊച്ചാപ്പ. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടി പറയട്ടെ എന്ന് ചേർത്ത് വെച്ചു അല്ലാഹുവിന്റെ റസൂൽ. ഇനി എനിക്ക് അല്പം കൂടി പറയാനുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി الذي نفسي بيده لقد خلق الله 100,000 نبي و24,000 نبيا. അല്ലയോ വച്ചാപ്പ, ഈ സംസാരം എങ്ങനെ തുടരുകയാണ്? 40 ദിവസത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് സംസാരം തുടരുകയാണ്. ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു രേഖപ്പെടുത്തുന്ന കലമിന്റെ അനക്കം അടക്കം എനിക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയും. വല്ലദീ നഫ്സീ ബിയദിഹി ലഖദ് ഖലഖല്ലാഹു 100,000 നബിയ്യൻ و24,000 നബിയ്യ. 1,24,000 പരം അംബിയാ മുർസലീങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഭൂമി ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചിട്ടുണ്ട്. മാ മിൻഹും മിൻ നബിയ്യിൻ അലിമ അന്നഹു നബിയ്യുൻ ഹത്താ ബലാ ശുദ്ധഹു വഹുവ 40 സന. 40 വയസ്സ് പൂർത്തിയാകാതെ ഈ 1,24,000 പരം അംബിയാ മുർസലീങ്ങൾക്ക് അവർ പ്രവാചകനാണെന്ന ബോധോദയം അല്ലാഹു കൊടുത്തിട്ടില്ല കേട്ടോ. ഇല്ലാ ഈസാ നബി അലൈഹിസ്സലാം ഒഴികെ. ഈസാ നബി അലൈഹിസ്സലാമോ فإنه لما نزل من جوف أمه قال إني عبد الله آتاني الكتاب. തൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രവാചകനാണെന്ന് സംസാരിച്ചിരുന്നുണ്ട്, ചോരോമൽ പൈതലായിരുന്നപ്പോൾ തന്നെ. അതുകൊണ്ട് ഈസാ നബി ഒഴികെ, അതുപോലെ തന്നെ അങ്ങയുടെ സഹോദരൻ അബ്ദുല്ലാഹ് എന്നവരുടെ മകനാകുന്ന ഈ മുഹമ്മദ് ഒഴികെ, ഈ 2 പേർക്കും ഒഴികെ മറ്റുള്ള പ്രവാചകന്മാർക്കെല്ലാം തന്നെ 40 വയസ്സ് പൂർത്തിയാകാതെ അവരൊക്കെ അംബിയ ആണെന്ന ബോധം അവർക്ക് കൊടുത്തിട്ടില്ല. മുഹമ്മദുർ റസൂൽ. ഇങ്ങനെ വർത്താനം തുടരുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവസാനം വർത്താനം ആ സംസാരം പൂർത്തിയാക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ ചാപ്പാ, ലമ്മാ വലദത്ത് ലൈലത്തുൽ ഇസ്നി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെ തിങ്കളാഴ്ച രാവിൽ പ്രസവിക്കപ്പെട്ടപ്പോൾ
ഇസ്സത്ത് സൃഷ്ടിക്കുന്നു. ഏഴാം ആകാശത്തിൽ 7 പർവ്വതങ്ങളെ അല്ലാഹു സൃഷ്ടിക്കുന്നു. വമലഅഹാ മിനൽ മലായിക മാ ലാ യുഹ്സീഹിം ഇല്ലല്ലാഹ്. അല്ലയോ ചാപ്പ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് സംസാരം പൂർത്തിയാക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിങ്കളാഴ്ച ദിവസത്തിലാണല്ലോ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് പ്രസവിപ്പിച്ചത്. ആ തിങ്കളാഴ്ച ദിവസത്തില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 7 ആകാശത്തിൽ 7 പർവ്വതങ്ങളെ പടയ്ക്കുന്നു. മാലാ യുഹ്സീഹിം ഇല്ലല്ലാഹ്. ആ 7 ആകാശത്തിൽ 7 പർവ്വതങ്ങളെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രം എണ്ണി ക്ലിപ്തമാക്കാൻ സാധിക്കത്തക്ക വണ്ണമുള്ള മലക്കുകളുടെ കൂട്ടായ്മയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 7 പർവ്വതങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ്. യുസബ്ബിഹൂനല്ലാഹ വയുഖദ്ദിസൂനഹു ഇലാ യൗമിൽ ഖിയാമ. ആ മലക്കുകളുടെ കൂട്ടം ചെയ്യുന്ന പണി എന്തെന്നറിയുമോ? തസ്ബീഹ് ചൊല്ലുകയാണ്, തഖ്ദീസ് ചൊല്ലുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. എല്ലാ അമലുകളും, സ്വാലിഹായ അമലുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ 7 ആകാശത്തിൽ 7 പർവ്വതങ്ങൾ സൃഷ്ടിച്ച് അല്ലാഹുവിന് മാത്രം എണ്ണി കൃത്യമാക്കാൻ സാധിക്കത്തക്ക വണ്ണമുള്ള മലക്കുകളുടെ ഒരു വലിയ സംഘത്തെ തന്നെ അതിലേക്ക് അല്ലാഹു സന്നിവേശിപ്പിക്കുന്നു. എന്നിട്ട് വജഅല സവാബു തസ്ബീഹും വതഖദീസുഹും ലിഅബ്ദിൻ ذكرت عنده بين يدي فازعج أعلاه بالصلاة علي. അല്ലോ ചാപ്പ, ആ മലക്കുകൾ ചെയ്യുന്ന എല്ലാ സാലിഹായ അമലുകളുടെയും സവാബ് ആർക്കാണെന്നറിയുമോ? എന്റെ മേൽ ഈ ഉമ്മത്തിൽ നിന്ന് ആരാണ് ഒരു സ്വലാത്ത് ആത്മാർത്ഥമായി ചൊല്ലുന്നത് അവർക്കാണ്. 7 ആകാശത്തിൽ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന 7 പർവ്വതങ്ങളുണ്ടല്ലോ, ആ 7 പർവ്വതങ്ങളിലും അല്ലാഹുവിന് മാത്രം എണ്ണി കൃത്യമാക്കാൻ സാധിക്കത്തക്ക വണ്ണമുള്ള മലക്കുകളുടെ തസ്ബീഹുകൾ, തഹ്ലീലുകൾ, ഇസ്തിഗ്ഫാറുകൾ, അതിന്റെ സവാബ് ആർക്കാണ് ലഭിക്കുന്നത്? ഈ ഉമ്മത്തിൽ നിന്ന് മസ്ജിദുർ റഹ്മയിലെ കുടപുറത്ത് വിജ്ഞാന തീരത്തിരുന്ന് ഈ പരിശുദ്ധ ശഅബാൻ 1 രാവിലെ ഇരുന്നൊരു സ്വലാത്ത് ചൊല്ലിയ പ്രിയപ്പെട്ട ഉമ്മ, സഹോദരാ, ചെറുപ്പക്കാരെ, പ്രായമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സവാബ് പറഞ്ഞത് കേട്ടു. അല്ലാഹ് നീ ഞങ്ങൾക്കതൊക്കെ കരസ്ഥമാക്കാൻ ഈ രാവടക്കമിനി അങ്ങോട്ടുള്ള രാവുകളിൽ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. بحق سيدنا المصطفى محمد الصلاة الصلاة على النبي والسلام على الرسول ما شاء الله. الله സ്വീകരിക്കും മാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിൽ പറഞ്ഞതും കേട്ടതും എല്ലാം അവന് തൃപ്തിയുള്ളതാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അടുത്തൊരു തലമുറയെ ഇനിയും നല്ല നിലയ്ക്ക് നടത്താൻ സബബേകിയ ഒരു മജ്ലിസാക്കി ഈ പ്രദേശത്തിൽ 1-ാം ദിവസമായ വിജ്ഞാന തീരത്തിന്റെ മജ്ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രസിഡന്റ് നിങ്ങളോട് പങ്കുവച്ച സംഭവം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, കുട്ടികൾ, യുവാക്കൾ നല്ലതുപോലെ ദീനുമായിട്ട് അടുക്കേണ്ടതുണ്ട്. മദ്യപാനികളാവുന്നത് അപകടകരമാണ്. മയക്കുമരുന്നിനും MDMA-ക്കും ഒക്കെ അടിമപ്പെട്ടു പോകുമ്പോൾ അടുത്ത ഒരു തലമുറയുടെ വളർച്ചയും സംസ്കാര ശൂന്യതയുമാണ്, വളർച്ച മുരടിച്ചു പോകുന്ന കാഴ്ചയും സംസ്കാര ശൂന്യതയുമാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ തലമുറയെ നന്നാക്കി തരണം റഹ്മാനെ, സന്താന പരമ്പരയെ നന്നാക്കി തരണം റഹ്മാനെ. നിങ്ങൾക്കറിയുമോ, ഈ കാലയളവിലെ പല കൗൺസിലേഴ്സിന്റെയും കണ്ടെത്തലനുസരിച്ച് മക്കൾ നന്നാകാനും
മക്കൾ മോശമാകാനും കാരണക്കാർ അവരെ മാതാപിതാക്കൾ തന്നെ എന്ന് പല ബുദ്ധിമാന്മാരും ഇന്ന് പഠിപ്പിക്കുകയാണ്. ഈ അടുത്തൊരു പോലീസ് ഓഫീസറിന്റെ കൗൺസിൽ ക്ലാസ് ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം അടുത്തിരുന്ന് പങ്കുവച്ചു, അദ്ദേഹം ഒരു സഹോദര സമുദായ സുഹൃത്തിൽപ്പെട്ടൊരു പോലീസുകാരനാണ്. ഞങ്ങൾ മദ്യവും മറ്റുമൊക്കെ ബിവറേജിൽ പോയി മേടിക്കുന്നവരായിരിക്കും, പക്ഷേ നിങ്ങളുടെ സമുദായത്തിൽ നിന്ന് MDMA-യും പൊടിയും മയക്കുമരുന്നുമൊക്കെ വിപുലമായി വിൽക്കുന്ന കുറെ സംഘം ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അതിനെതിരെ ശക്തമായി സമൂഹം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു, പ്രധാനമായും പള്ളി മദ്രസകൾക്ക് പുറമെ ഉസ്താദ്മാരും ജമാഅത്തും മഹല്ലും ഒക്കെ ഒരുമിച്ച് കൂട്ടി നടത്തുന്ന കൗൺസിലിംഗും ക്യാമ്പയിനുകൾക്ക് പുറമെ വീടുകളിലെ അന്തരീക്ഷം നന്നാകുമ്പോൾ മക്കൾ സ്വാഭാവികമായും നല്ല ട്രാക്കിലേക്ക് റൂട്ടിലേക്ക് വരും എന്ന് അദ്ദേഹം പങ്കുവച്ചു. അദ്ദേഹം ഒരു വിലപ്പെട്ട അഭിപ്രായം പങ്കുവച്ചു, നിങ്ങളോടും പങ്കുവെക്കുന്നു. നിങ്ങൾക്കറിയുമോ തോമസ് ആൽവ എഡിസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവ് ഒരു സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. നല്ല ഹയർ എഡ്യൂക്കേഷൻ എത്താൻ കഴിയുന്ന ഒരു സ്കൂളിലാണ് തോമസ് ആൽവ എഡിസനെ കൊണ്ടുവിട്ടത്. ദിവസങ്ങൾ കഴിഞ്ഞ് എഡിസന്റെ ക്ലാസ് ടീച്ചർ ഒരു കത്ത് കൊടുത്തു വിട്ടു മാതാവിന്റെ അടുക്കിലേക്ക്. മാതാവ് ആ കത്തുറക്കെ വായിച്ചിട്ട് ആ കത്ത് തുറന്നിട്ട് അമ്മ കരയുകയാണ് ചെയ്തത്. കരയുന്നത് കണ്ടപ്പോൾ എഡിസൺ ഇത് കണ്ടു നിൽക്കുകയാണല്ലോ, പക്ഷേ അമ്മ ഉറക്കെ ഇത് വായിച്ചു, നിങ്ങളുടെ മകനെ ഇവിടെ പഠിപ്പിക്കാൻ സാധ്യമല്ല, കാരണം അവനിതിലും നല്ല ഒരു സ്കൂള് നിങ്ങൾ തേടിക്കൊടുക്കണം, അവനിതിലും നല്ല അധ്യാപകരാണ് അവന് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ നല്ല ഒരു അധ്യാപകരെ തേടി നിങ്ങളുടെ മകനെ നല്ലൊരു സ്കൂളിൽ പഠിപ്പിക്കണം എന്ന് ആ മാതാവ് കത്തിങ്ങനെ എടുത്തു വെച്ചിട്ട് ഉറക്കെ വായിച്ചു. ആൽഫ എഡിസൺ ഇത് കേട്ടു. കുറെ കാലം ആ അമ്മ തന്നെ തോമസ് ആൽവ എഡിസനെ പഠിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. തോമസ് ആൽവ എഡിസന്റെ അമ്മ മരണപ്പെട്ടു. തോമസ് ആൽവ എഡിസൺ ലോകത്ത് പ്രസിദ്ധി ആർജിച്ചൊരു ശാസ്ത്രജ്ഞനായി മാറി. ബൾബ് കണ്ടുപിടിച്ച് തോമസ് ആൽവ എഡിസൺ ആണ്. അങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾക്കും വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയ പ്രഗത്ഭ ശാസ്ത്രജ്ഞനായി മാറിയ തോമസ് ആൽവ എഡിസൺ കാലങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിട്ട് കുടുംബത്തിൽ ചെറിയ ഒരു വൃത്തിയാക്കലൊക്കെ നടന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയൊക്കെ ഇതിനിടയിൽ അമ്മ മരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം കുടുംബത്തിലെ പേപ്പറുകളൊക്കെ ഇങ്ങനെ പറക്കിക്കൊണ്ടുവരുമ്പോൾ പണ്ട് ടീച്ചർ സ്കൂളിൽ നിന്ന് അമ്മയ്ക്ക് വഴിച്ചു കൊടുത്തുവിടണമെന്ന് പറഞ്ഞ ആ കത്ത് പിൽക്കാലത്ത് തോമസ് ആൽവ എഡിസന്റെ കയ്യിലേക്ക് കിട്ടി. അത് തുറന്നു നോക്കിയപ്പോൾ തോമസ് ആൽവ എഡിസൺ വായിക്കുകയാണ്, നിങ്ങളുടെ മകൻ ഒരു മന്ദബുദ്ധിയാണ്, ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. അമ്മ എന്താണ് തോമസ് ആൽവ എഡിസന്റെ അമ്മ എന്താ വായിച്ചത് അവിടെ? നിങ്ങളുടെ മകൻ നല്ല ബുദ്ധിയുള്ള മോനാണ്, ഹയർ എഡ്യൂക്കേഷന് നല്ലൊരു സ്കൂളിൽ നിങ്ങളെ ആക്കണം. ആ അമ്മ, ആ വലിയ അമ്മയുടെ ഇടപെടലാണ് തോമസ് ആൽവ എഡിസന്റെ മനോധൈര്യത്തെയും ആത്മവിശ്വാസത്തെയും ചോർന്നു പോകാതെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കത്തക്ക വണ്ണമുള്ള ഒരു സപ്പോർട്ട് തോമസ് ആൽവ എഡിസൺ അമ്മയിൽ നിന്ന് ലഭിക്കുകയും ആ തോമസ് ആൽവ എഡിസൺ പിൽക്കാലത്ത് പ്രഗത്ഭ ശാസ്ത്രജ്ഞനായി മാറി. അന്ന് തന്നെ തോമസ് ആൽവ എഡിസൺ തന്റെ ഡയറിയിൽ എഴുതി വെച്ചു, ഞാനൊരു മന്ദബുദ്ധിയായ എഡിസൺ ആയിരുന്നു, എന്റെ ആ വലിയ അമ്മയാണ് എന്നെ വഴിതിരിച്ചത്, അമ്മയാണ് എനിക്ക് വഴിതെളിച്ചു തന്നത്. അതാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതും. അൽ ഉമ്മു മദ്റസത്തുൻ, ഒരുമ്മ എന്നത് കുഞ്ഞുങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ്, മദ്രസയാണ്. അവിടെ എല്ലാം ഉണ്ട്, പിജിയും ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും യുജിയും പിജിയും ഒക്കെയും കെജിയും എല്ലാം ഉമ്മയിലുണ്ട്. അൽ ഉമ്മു മദ്റസത്തുൻ വഅഅദത്തഹാ, ആ ഉമ്മയെ നന്നാക്കിയാൽ ഒരു പാരമ്പര്യമാണ് നന്നാകുന്നത്, ഒരു സമൂഹമാണ്, ഒരു സന്താന പാരമ്പര്യമാണ് നന്നാകുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഖൈറിന്റെ വഴിക്ക് നടത്താൻ, ദീനിന്റെ മേഖലയിലേക്ക് നിങ്ങൾ പിടിച്ചു നിർത്തുന്നവരാകാൻ നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കണമെന്ന് അവസാനം നിങ്ങളോട് വസിയത്ത് ചെയ്തുകൊണ്ട്, നിങ്ങളോട് പ്രത്യേകം ദുആ കൊണ്ടും വസിയത്ത് ചെയ്ത് ഇനിയും സംസാരിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടും ഞാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയല്ലേ, കുടിച്ചില്ല. മാഷാ അല്ലാഹ്,
നല്ലപോലെ മൈക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നു. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇനിയും സംസാരിക്കാൻ സമ്മതിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. സാധാരണ വേദികളിലെ അവസാന ദിവസങ്ങളിലായിരിക്കും ഈ ഉള്ളവൻ എത്തുക. ഇന്ന് ഹസൻ ഉസ്താദിന്റെ വാക്ക് മാനിച്ചുകൊണ്ട് ആദ്യ ദിവസം തന്നെ എത്തിയത് അല്ലാഹു തന്നൊരു തൗഫീഖായി കണക്കാക്കുന്നു. ഇതിന്റെ നാളെയുടെ ദിവസവും മറ്റന്നാളത്തെ ദിവസവും നിങ്ങളൊക്കെ പൂർണ്ണമായും വിജയിപ്പിക്കാൻ ശ്രമിക്കണം. ഉസ്താദിന്റെ അഭാവം അത് നമുക്ക് അവസാനത്തെ ദിവസത്തിൽ ഒരു പോരായ്മയായി വരരുത്. വരുവോ? ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു 11 സ്വലാത്ത് എല്ലാവരും എഴുന്നേറ്റ്. محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد والآل والصحب وسلم. ആത്മാർത്ഥമായ ആമീൻ പറയണേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا مولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن تعلق بنا ولمن أوصانا بالدعاء ولجميع أمة سيدنا المصطفى محمد صلى الله عليه وسلم ولمن دفنوا حوالي مساجدنا يا رب العالمين. اللهم إنا نسألك إيمانا دائما وقلبا خاشعا وعلما نافعا ويقينا صادقا ودينا قيما ونسألك تمام العافية ونسألك الشكر على العافية ونسألك الغنى عن شرار الناس يا رب العالمين. اللهم إنك تعلم أسرارنا وعلانيتنا فاقبل معذرتنا وتعلم ما في أنفسنا فاغفر لنا ذنوبنا وتعلم حاجاتنا فاعطنا سؤلنا. اللهم إنا نسألك إيمانا يباشر قلوبنا ويقينا صادقا حتى تعلم أنه لا يصيبنا إلا ما كتبت لنا والرضا بما قضيت علينا يا ذا الجلال والإكرام. أرحم الراحمين يا الله ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങൾ കഴുകിക്കളയാൻ കാരണമായ മജ്‌ലിസാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാതെ മജ്‌ലിസിൽ നിന്ന് ഞങ്ങളെ നീ പിരിക്കല്ലേ അല്ലാഹ്. അർഹമുർ റഹീം മസ്ജിദുർ റഹ്മയുടെ വിജ്ഞാന തീരത്തിന്റെ 1-ാം ദിവസത്തിൽ ഒരുമിച്ച് കൂടി ആണിനും പെണ്ണിനും നീ ഖൈറും ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീം ഈ ദിവസത്തിന്റെ 1-ാം ദിവസത്തിൽ വളരെ ക്ഷമയോടുകൂടിയുള്ളവന്റെ നസീഹത്ത് കേട്ടിരുന്ന ഈ സമൂഹത്തെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. കൈവിടല്ല അല്ലാഹ്. ഈ സമൂഹം എന്തെല്ലാം നല്ലത് ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നീ നൽകണേ അല്ലാഹ്. അർഹമുർ റഹീം നാട്ടിലെ ജാതി മതഭേദമന്യേ മുഴുവൻ മനുഷ്യർക്കും നീ ജീവിതാഐശ്വര്യം നൽകണേ അല്ലാഹ്. ജീവിതാഐശ്വര്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഈ നാട്ടിലെ ഐക്യവും സ്നേഹവും ഒരേ മാലയിൽ കോത്ത പുഷ്പങ്ങളെ പോലെ ഞങ്ങൾ കഴിയുന്നവരാണ്. ഇത് അന്ത്യനാള് വരെ നിലനിർത്തണേ അല്ലാഹ്. ഈ സാഹോദര്യത്തിന് കേടുവരുന്ന ശിഥിലമാക്കപ്പെടുന്ന അവസ്ഥകളെ തൊട്ട് ഈ സമൂഹത്തെ നീ കാക്കണേ അല്ലാഹ്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഇന്ത്യ രാജ്യം ഒരു സെക്യുലാർ സ്റ്റേറ്റ് ആണെന്ന് ഞങ്ങൾ ചെറുപ്പകാലം മുതൽ പഠിച്ചവരാണ്. അത് നീ എന്നും നിലനിർത്തി തരണേ അല്ലാഹ്. അർഹമുർ റഹീം മസ്ജിദുർ റഹ്മയുടെ ഉന്നമനങ്ങൾക്ക് വേണ്ടി ആരെല്ലാം സഹായിക്കാറുണ്ടോ, ആരെല്ലാം ഇന്നേതുവരെയും സഹായിച്ചു, അവരെല്ലാം നീ സഹായിക്കണേ അല്ലാഹ്.
ഇതിന്റെ കാര്യദർശികളാകുന്ന മുഴുവൻ ഉമറാഇനും ഉലമാഇനും ആത്മീയ നിയന്ത്രണം നൽകുന്ന ഹസൻ ഉസ്താദ് അടക്കം ഹസനി അടക്കം ഏതെല്ലാം ആലിമീകളുടെ സേവനം ചെയ്യുന്നോ ചെയ്തിട്ടുണ്ടോ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാ. മൺമറഞ്ഞു പോയവർക്കൊക്കെ സ്വർഗം നൽകണേ അല്ലാ. അർഹമർ റഹീമേ, വർഷത്തിൽ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഈ സംഘാടകർ നടത്തിയോ, ഈ സംഘാടകർ നേരിട്ടിട്ടുണ്ടോ, അതിനെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരു ദുആ മാത്രമാണ് അവരുടെ പ്രതീക്ഷ അല്ലാ. അതെല്ലാം സ്വീകരിക്കണേ അല്ലാ. ഈ പരിപാടിയുടെ സ്റ്റേജിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി, ലൈറ്റിന് വേണ്ടി, ഈ സ്ഥലം തന്നവരടക്കം ഓരോന്നിനു വേണ്ടിയിട്ട് സമ്പത്ത് കൊണ്ട്, ഒരു വാക്കുകൊണ്ട് സഹായം തന്നവർ ആരെല്ലാം ഉണ്ടോ അല്ലാ, അവർക്കെല്ലാം നീ ആയുരാരോഗ്യവും ആഫിയത്തും ഖൈറുകളും നൽകണേ റഹ്മാനേ. അർഹമർ റഹീമേ, ഈ പ്രദേശത്തിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള മുഴുവൻ മസ്ജിദുകളും അല്ലാ നീ നിലനിർത്തണേ അല്ലാ. മദ്രസകൾ നിലനിർത്തണേ അല്ലാ. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് കുന്നുപറമ്പിൽ വന്ന് ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിനിയുള്ളവൻ പങ്കെടുത്തിരുന്നു. അവിടെ നിന്ന് ഇവിടേക്ക് ഞാൻ വരുന്നെന്നറിഞ്ഞപ്പോൾ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലാ, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ആ മഹല്ലിനെയും ഈ മഹല്ലിന്റെയും ഇസ്സത്തിനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. പടച്ച റബ്ബേ, അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന എല്ലാ ഹലാലായ മറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ മാറാവ്യാധി രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഈ പരിപാടിയിൽ പങ്കെടുത്തവരെയും കുടുംബാദികളെയും നീ കാക്കണേ അല്ലാ. ക്യാൻസർ പോലുള്ള, ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് റഹ്മാനേ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മാറ്റിവെക്കപ്പെടുന്ന, കീറി മുറിക്കപ്പെടുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ അല്ലാ. ഈ പരിപാടിയിൽ പ്രത്യേകമായി പല രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ, പരിശോധിക്കുന്നവർ, പരീക്ഷണങ്ങളിൽ അകപ്പെട്ടവർ പ്രത്യേകം ദുആ കൊണ്ട് ഹസൻ ഉസ്താദിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലാ, അവരെ നീ നന്നായി അറിയുന്നല്ലോ. രോഗങ്ങൾ നീയാണ് തരുന്നത്, രോഗങ്ങൾ നീയാണ് ശിഫയാക്കുന്നത്. റഹ്മാനേ, ശിഫ നൽകണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ RCC എത്തിക്കുന്ന ഒരു രോഗവും തന്നെ കുഴക്കല്ല അല്ലാ. അല്ലാഹുവേ, ഈ നസീഹത്ത് നടത്താനൊന്നും ഒരു യോഗ്യതയും അറിവും ഇൽമുമില്ല, അമലുമില്ല. എങ്കിലും ഉള്ള പഠിച്ച അറിവനുസരിച്ച് എന്തൊക്കെയോ പറഞ്ഞു അല്ലാ. ഇത് നഫഉള്ളതാക്കണേ അല്ലാ. ഈ സമൂഹത്തിന്റെ ഉപകാരപ്പെട്ട ഇൽമാക്കണേ അല്ലാ. നന്നാവാൻ കാരണമായ മജ്‌ലിസാക്കണേ അല്ലാ. ഞങ്ങളെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ സബബേകിയ മജ്‌ലിസാക്കണേ റഹ്മാനേ. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന നാടാണ്, ധാരാളം തങ്ങന്മാര് വന്നുപോയ നാടാണ്. മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങളടക്കം ഒരുപാട് സാദാത്യങ്ങൾക്ക് വളരെ ബന്ധമുള്ള നാടാണ്. വടുതലയും മസ്ജിദുർ റഹ്മയും അതുപോലെ അലിമീങ്ങളും. അല്ലാ, ആ തങ്ങന്മാർക്കെല്ലാം ആയുരാരോഗ്യവും ആഫിയത്തും നൽകണേ റഹ്മാനേ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും അല്ലാ ആയുരാരോഗ്യവും ഇസ്സത്തും നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്ത് നീ ഏറ്റവും ഉന്നതമായ ദറജയിൽ വർദ്ധിപ്പിക്കണേ അല്ലാ. അർഹമർ റഹീമേ, എല്ലാത്തരം ഭിന്ന ചിന്തകളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാക്കണേ റഹ്മാനേ. സമയം വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ചുരുക്കുന്നു. എങ്കിലും നിന്നോട് ഞങ്ങൾക്ക് ധാരാളം യാചിക്കാനുണ്ട്, ചോദിക്കാനുണ്ട്. ഞങ്ങളെപ്പോൾ നിന്നോട് കൈയോർത്തിയാലും അല്ലാ, ആ ദുആ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഒരു റോഡരികിലും ചതഞ്ഞ് ചതഞ്ഞ് ചരപ്പണമായി തരിപ്പണമായി കിടക്കുന്ന അവസ്ഥകളെ തൊട്ട് അല്ലാ നീ കാക്കണേ റഹ്മാനേ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന അവസ്ഥകളെ തൊട്ട് കാക്കണേ റഹ്മാനേ. ഞങ്ങളുടെ വാഹനത്തിലേക്ക് വന്നു ചേരുന്ന മുസീബത്തുകൾ, ചെന്നു ചേരുന്ന മുസീബത്തുകൾ കാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിച്ച
ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഗുരുനാഥന്മാര് ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങൾ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളൊക്കേറെ കടമപ്പെട്ട ധാരാളം ആളുകൾ പള്ളിക്കാട്ടിൽ വിശ്രമിക്കുന്നു. അവരിലെല്ലാവർക്കും ഈ മജ്‌ലിസിന്റെ സന്തോഷം എത്തിക്കണേ റഹ്മാനേ. ഹസൻ ഉസ്താദിന്റെ പിതാവടക്കം വലിയ മഹാരഥന്മാർ സാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെയും നീ ചേർക്കണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم اعط المتعلمين قوة بالعقل وملكا في التفسير والحديث والنحو والصرف. يا الله, യന്നിരിക്കുന്ന ഈ കൂടിയിരിക്കുന്ന മസ്ജിദുർ റഹ്മയിലെ മുതഅല്ലിമീങ്ങളും അല്ലാത്ത മുതഅല്ലിമീങ്ങൾ ഞങ്ങൾക്കെല്ലാം നീ ഉപകരിക്കുന്ന ഇൽമ്, മറക്കാത്ത ഇൽമ് നീ ഏറ്റി തരണേ അല്ലാ. നീന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ മരണം വരെയും നീ നിലനിർത്തി തരണേ റഹ്മാനേ. ഈ മസ്ജിദുർ റഹ്മയുടെ മുദർരിസീങ്ങളെ മുഅല്ലിമീങ്ങളാ, ഈ മുതഅല്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാര് അവരുടെയൊക്കെ ഇൽമില്, അമലില്, ആയുസ്സില്, ആരോഗ്യത്തില്, സമ്പത്തില് ബറക്കത്ത് നൽകണേ അല്ലാ. ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർ അവര് സ്വർഗീയ അവകാശികളാണ്, വലിയ കൂലിയാണ് കേട്ടോ. അവരൊക്കെ മുഹയ്യിദ്ദീനാണ് കേട്ടോ, ദീനിനെ ഹയാത്താക്കിയവരാണ് കേട്ടോ. അല്ലാ, അവരാ ചെയ്യുന്ന വലിയ സൽക്കർമ്മം അല്ലാ നീ എന്നും ചെയ്യാനുള്ള സമ്പത്ത് നീ അവർക്ക് ഏറ്റി കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ ഞങ്ങളൊക്കെ ഇൽമു പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങി തന്നവർ, ഞങ്ങൾക്ക് കിതാബ് വാങ്ങി തന്നവര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര്, ഞങ്ങൾ വിദേശ യാത്ര പോയി പഠിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു തന്നവര് എല്ലാവർക്കും അല്ലാ ഈ ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണം റഹ്മാനേ. അങ്ങനെ ചോദിക്കാൻ യാചിക്കാൻ ധാരാളമുണ്ട് റഹ്മാൻ റഹീമേ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ ശഅബാനിന്റെ ഒന്നാമത്തെ രാവിന്റെ ബറക്കത്ത് കൊണ്ട് ധാരാളം ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ആ പച്ചക്കുബ്ബ നോക്കി ഞങ്ങൾക്ക് കുടുംബസമേതം ചെന്നിരുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രാവശ്യം പറയാനുള്ള തൗഫീഖ് ഈ രാവിന്റെ ബറക്കത്തോണ്ട് നീ നൽകണേ അല്ലാ. ആ ഖുബ്ബത്തുൽ ഖുദ്റാ ഞങ്ങൾക്ക് കൺകുളിർക്കെ ജീവിതത്തിൽ കാണാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാ. ഒരുപാട് തവണ ആ സൗഭാഗ്യം നൽകണേ അല്ലാ. മനാവിലും നൽകണേ അല്ലാ, യഖദത്തിലും നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂൽ. അടുത്തേക്ക്